نور الله فجرا جئت بعد العسر يسرا ربنا علاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحوض അഹ്ലുസുന്ന അജയ്യമാണ്. ഇസ്തിഗാസ അനുവദനീയവും പുണ്യകർമ്മവുമാണ്. വഹാബിസം മനുഷ്യനിർമ്മിതമാണ്. ഇതൊന്നുകൂടി തെളിയിക്കുകയാണ് ഈ സംവാദത്തിലുടനീളം കബളിപ്പിക്കലും കവലപ്രസംഗവും കൊണ്ട് വഹാബിസം മുന്നേറിയപ്പോൾ സുന്നിപക്ഷത്തിന്റെ വിഷയാവതരണം തന്നെ പ്രൗഢമായിരുന്നു. സുന്നികളുടെ വിഷയാവതരണത്തെ ഒന്ന് തൊട്ടു നോക്കാൻ പോലും മുജാഹിദുകൾക്ക് കഴിഞ്ഞില്ല. വിഷയഗാംഭീര്യത കൊണ്ടും അവതരണ മികവ് കൊണ്ടും സുന്നിപക്ഷം മുന്നേറിയ സംവാദം നേരിൽ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه الفائزين أما بعد. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഇവിടെ ഇസ്തിഗാസയുടെ വിഷയത്തിൽ ഒരു സംവാദം നടക്കുകയാണ്. ആദ്യമായി കൂടുതൽ നീട്ടിപ്പറയാതെ വിഷയത്തിലേക്ക് തന്നെ കടക്കുന്നു. സുന്നിവാദം വഫാത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തുന്ന ഇസ്തിഗാസ, വഫാത്തായ മുത്തുനബിയോട് ഇസ്തിഗാസ നടത്തൽ നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അത് ശിർക്കല്ല. ഈ വിഷയത്തിലാണ് നമ്മളിവിടെ സംവാദത്തിന് വന്നിട്ടുള്ളത്. മുജാഹിദ് വാദം വഫാത്തായ മുത്തുനബിയോട് നടത്തുന്ന ഇസ്തിഗാസ നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ്. ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഷിർക്ക്, തൗഹീദ്, തൗഹീദിന്റെ വിരുദ്ധമാണ് ഷിർക്ക്. തൗഹീദ് എന്തെന്ന് തിരിയുമ്പോൾ ഷിർക്ക് എന്തെന്ന് മനസ്സിലാകുന്നു. ഷിർക്ക് എന്തെന്ന് മനസ്സിലാകുമ്പോൾ തൗഹീദ് എന്ത് എന്നും മനസ്സിലാകുന്നു. മദാരിജ് എന്ന ഗ്രന്ഥത്തിൽ മദാരിജ് ആരുടേതാണ്? ഇബ്നുൽ ഖയ്യിമിന്റെ മദാരിജ് എന്ന ഗ്രന്ഥം, അതിൽ അദ്ദേഹം തൗഹീദിനെ വിശദീകരിച്ചു പറയുന്നതായി കാണാം. അന്നഹു വഹുവ അൻ തുസ്ബിത ഇലാഹിയത്തൽ ഹഖി തആല ഫിൽ ഖൽബി വതൻഫിയ ഇലാഹിയത മാ സിവാഹ്. അല്ലാഹു തആലാക്ക് ഉലൂഹിയത്തുണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, മറ്റുള്ളവർക്ക് ഇലാഹിയത്ത് മറ്റുള്ളവരിൽ നിന്ന് നഫി ചെയ്യുക. ഇതാണ് തൗഹീദ്. അപ്പോൾ തൗഹീദ് ഇതാണെങ്കിൽ ഷിർക്ക് എന്തായിരിക്കും? ഇതിന്റെ മാറ്റമായിരിക്കും. ഹഖായിഖുൽ അശ്യാഇ തതബയ്യനു ബി അൽദാദിഹാ എന്ന ഉസൂല് പ്രമാണിച്ച്, എന്ന ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ അപ്പോ ഇലാഹാണെന്ന വിശ്വാസം വരുമ്പോഴേ ഷിർക്ക് വരികയുള്ളൂ എന്നുള്ളത് ഇബ്നു ഖയ്യിമിന്റെ മദാരിജ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോ തൗഹീദിനെ അവിടെ വിശദീകരിച്ചു. അപ്പോൾ എന്താണ് ഷിർക്ക് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം വസ്തുക്കളുടെ ഹഖീഖത്തുകൾ ലിദ് പറയുമ്പോൾ അങ്ങ് കിട്ടും. ഹഖായിഖുൽ അശ്യാഇ തതബയ്യനു ബി അൽദാദിഹാ എന്ന ഉസൂൽ അടിസ്ഥാനത്തിൽ നമുക്കത് കിട്ടും. പിന്നെ ഞാൻ പറയുന്ന ഉസൂലുകളെല്ലാം സുഹൈൽ യൂസുഫ് സാഹിബിനും PKM സാഹിബിനും മനസ്സിലാകുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി അപ്പോ തൗഹീദ് എന്ത് എന്ന് നമുക്ക് മനസ്സിലായി.
ഷിർക്ക് എന്ത് എന്ന് നമുക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉലൂഹിയത്ത് നാം വിശ്വസിക്കുന്നില്ല, ഇബ്നു ഖയ്യിമിന്റെ തഅരീഫ് നിർവചനം അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ അത് ഷിർക്ക് അല്ല, തൗഹീദിന് എതിരും അല്ല. ഇനി മറ്റൊരു വിഷയം. അപ്പോൾ തൗഹീദ് ഷിർക്ക് എന്തെന്ന് നമുക്ക് മനസ്സിലായി. ആ അടിസ്ഥാനത്തിൽ വഫാത്തായ മുത്തുനബിയോട് നടത്തപ്പെടുന്ന ഇസ്തിഗാസ നടത്തൽ അത് ഷിർക്കല്ല എന്ന് നമുക്ക് ഈ നിർവചനത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വിഷയം ഇനി പറയേണ്ടത്, വഫാത്തായ നബിയോട് ചെയ്യുന്ന ഈ ഇസ്തിഗാസ അത് ആ പ്രവർത്തനം ഷിർക്കാണ് എന്നാണ് ഇവർ പറയുന്നത്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്യുന്ന ഇബാദത്താണ് എന്നാണ് ഇവരുടെ മറ്റൊരു ആരോപണം. അപ്പോൾ എന്താണ് ഇബാദത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇബാദത്ത് എന്തെന്ന് മനസ്സിലാകുമ്പോൾ വഫാത്തായ നബിയോട് നടത്തുന്ന ഈ ഇസ്തിഗാസ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരികയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ ഒരു വിഷയം ഇബാദത്താകാനുള്ള മാനദണ്ഡം ഇമാം തൊബരി റളിയല്ലാഹു അൻഹു തഫ്സീർ തൊബരിയിൽ വിശദീകരിച്ചു. ഖുശൂഉം ദില്ലത്തും ഇതെല്ലാം ഇബാദത്തായി വരുന്നത്, വണക്കം ഇബാദത്തായി വരുന്നത് അത് മഅൽ ഇഖ്റാരി ബിറുബൂബിയ്യ, റുബൂബിയത്ത് കൊണ്ടുള്ള ഇഖ്റാർ കൊണ്ടാണ്. അവിടെ ഇഖ്റാർ ഹാലാണ്. നഹ്വിന്റെ കായികകളൊക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ. ഹാല് വന്നാൽ ഹാലും സാഹിബ് ഹാലിന്റെ ആമിലും കൂടിയുള്ള കൈദ് ആ മജ്മൂ ആണ് ഇവിടെ ഇബാദത്താകുന്നത്. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഇബാദത്ത് എന്താണ്? കാരണം മുജാഹിദ് വിഭാഗം നടത്തുന്ന ഒരു ആരോപണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്യുന്ന ഇസ്തിഗാസ അത് നബി തങ്ങൾക്ക് ചെയ്യുന്ന ആരാധനയാണ്. അപ്പോൾ എന്താണ് ഇബാദത്തെന്ന് നമുക്ക് പഠിക്കണം. മഹാനായ ഇമാം തൊബരി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ തൊബരിയിൽ ഇയ്യാക നഅ്ബുദു എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ നഖ്ശഉ വനദില്ലു വനസ്തകീനു ഇഖ്റാറൻ ലക യാ റബ്ബനാ ബിർറുബൂബിയ്യ ലാ ലിഗൈരിഹി. അല്ലാഹുവേ, നിനക്ക് ഞങ്ങൾ വണങ്ങുന്നു, കീഴ്വണക്കം കാണിക്കുന്നു. അത് എങ്ങനെയാണ് ആ കീഴ്വണക്കം ഇബാദത്തായത്? ഇഖ്റാറൻ, ഞങ്ങൾ തന്നെ അംഗീകരിച്ചവരായ നിലയ്ക്ക്, ബിർറുബൂബിയ്യത്തി, റുബൂബിയത്ത് അംഗീകരിച്ചവരായ നിലയ്ക്ക്, റബ്ബാണെന്ന് വിശ്വസിച്ചുകൊണ്ട്. അപ്പോ തഫ്സീർ തൊബരിയിൽ ഇമാം തൊബരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ വിഷയം ഇബാദത്ത് എന്തെന്ന് വിശദീകരിച്ചു. റുബൂബിയത്ത് ഇഖ്റാർ ചെയ്യുമ്പോഴേ ഇബാദത്താവുകയുള്ളൂ. അപ്പോൾ റുബൂബിയത്ത് ഇഖ്റാർ ചെയ്യാതെയുള്ള, അപ്പോൾ ഖുശൂഉം ഖുദൂഉമൊക്കെ ഇബാദത്താകണമെങ്കിൽ മഅൽ ഇഖ്റാരി ബിർറുബൂബിയ്യ, റുബൂബിയത്ത് റബ്ബാണെന്ന ഇഖ്റാർ അംഗീകാരം വേണം, എങ്കിലേ ഇബാദത്താവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്ന സുന്നികൾ അവർ ഒരിക്കലും റബ്ബാണെന്നൊരു വിശ്വാസം നബിതങ്ങളിൽ അർപ്പിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇബാദത്ത് ആകുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കും ആകുന്നില്ല എന്ന് ഇബാദത്തിന്റെ നിർവചനം കൊണ്ടും തൗഹീദിന്റെ നിർവചനം കൊണ്ടും ശിർക്ക് എന്താണെന്ന് വിശദീകരിക്കുന്നത് കൊണ്ടുമെല്ലാം നമുക്കിവിടെ ബോധ്യപ്പെട്ടിരിക്കുന്നു, പ്രമാണബദ്ധമായി തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വിശദീകരണങ്ങളിൽ നിന്നെല്ലാം ഇസ്തിഗാസ ശിർക്കല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി പറയുന്ന മറ്റൊരാരോപണം ദുആയാണ്. ഹഖീഖത്തു ദുആയി വിശദീകരിക്കുന്നില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹഖീഖത്തു ദുആയി ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, റബ്ബിനോടുള്ള ഇസ്തിദ്ആ, റബ്ബിനോടുള്ള ഇസ്തിംദാദ്, ഇതാണ് ഹഖീഖത്തു ദുആ. അത് തഅരീഫാണ്. അത്തഅരീഫുൽ ജാമിഉൽ മാനിഉ എന്നാണ് അതിന്റെ ഉസൂല്. മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ വുസൂൽ, ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ ജാമിഉം മാനിഉം ആകണം. തഅരീഫുള്ളവിടത്തെല്ലാം മുഅറഫ് ഉണ്ടാകണം, മുഅറഫുള്ളവിടത്തെല്ലാം തഅരീഫ് ഉണ്ടാകണം എന്നതാണ് നിയമം.
അങ്ങനെ വരുമ്പോൾ നാം ചെയ്യുന്നത് റബ്ബാണെന്ന വിശ്വാസത്തോടു കൂടിയല്ല, അതുകൊണ്ട് അത് ദുആയല്ല. അപ്പോൾ ഇസ്തിഗാസയും ദുആയും തമ്മിലുള്ള നിസ്ബ എന്താണ്? അത് ഉമൂമു ഖുസൂസ് മുത്ലഖാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയുന്ന അറബി സുഹൈൽ യൂസുഫ് സാഹിബിന് മനസ്സിലാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം കൃത്യമായി ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രമാണബദ്ധമായി തന്നെ ഇസ്തിഗാസ ശിർക്കല്ല എന്ന് സ്ഥിരപ്പെട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണപ്പെട്ടു പോയവരോട് ആഗ്രഹ സഫലീകരണത്തിന് തേടുക എന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വളരെയധികം ഭിന്നിപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു സംവാദം നടക്കുവാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഹൃദയശുദ്ധിയുള്ളവർക്ക് സത്യം മനസ്സിലാക്കുവാനും സത്യത്തിന്റെ കൂടെ നിൽക്കുവാനുമുള്ള ഒരു അവസരമായി ഈ ചർച്ച പരിണമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാടൊട്ടുക്കും ഒരു വ്യവസായം കണക്കെ പൊട്ടിമുളച്ചിട്ടുള്ള ജാറങ്ങളിലും ക്ഷേത്രങ്ങളിലും നസറാനികളുടെ പള്ളികളിലും ആൾദൈവ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ അന്ധവിശ്വാസികളായിട്ടുള്ളവരുടെ സലാത്ത് വാർഷികങ്ങളിലും നസറാനിമാരുടെ വചന പ്രഘോഷണ സദസ്സുകളിലും അള്ളാഹുവിന്റെ കൂടെ സൃഷ്ടാവായ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന റബ്ബിന്റെ കൂടെ പലരെയും വിളിച്ചു തേടുകയാണ് മനുഷ്യരെന്ന്. ഈ അടുത്ത ദിവസം മരിച്ചുപോയ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ മുതൽ ഒരു 100 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഭീമാപ്പള്ളിയിലെ ഉമ്മച്ചിയെയും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന കൊല്ലത്തുകാരി അമൃതാനന്ദമയി അമ്മയോട് വരെ തേടുന്ന മനുഷ്യന്മാര് ജീവിക്കുന്ന നാടാണ് കേരളം. ഗുരുവായൂരിൽ പോയി കുട്ടിയെ കിട്ടാൻ വേണ്ടി തുലാഭാരം നടത്തിയ ഹാജിമാരും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് അമ്പലത്തിൽ പോയി അവരുടെ പൂജകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരും നിരവധിയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ധവിശ്വാസികൾക്കും വർഗീയതയില്ല. അവർ തോളോട് തോള് ചേർന്നുകൊണ്ട് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അബൂബക്കർ ഹാജിയും നാരായണൻ പോറ്റിയും ഗുരുവായൂരിൽ പോയി തുലാഭാരം നടത്തിയത് തോളോട് തോളുരുമ്മിയാണ്. രായൻകുട്ടി മുസ്ലിയാരും രാമൻകുട്ടി നായരും ത്രേസ്യാമയും മൊയ്തീൻ കണ്ണും പാത്തുമ്മയും മരിച്ചുപോയ ഭീമാപ്പള്ളിയിലെ ഉമ്മച്ചിയുടെ ജാറത്തിൽ മമ്പുറം ജാറത്തിലൊക്കെ പോയി തേടുന്നത് ഒരുമിച്ചാണ്. അതേ സഹോദരന്മാരെ, അന്ധവിശ്വാസികൾക്കും അന്ധവിശ്വാസത്തിനും വർഗീയതയില്ല. പുതുവന്നാനി കടപ്പുറത്ത് അടിഞ്ഞു വന്ന ഊരും പേരും അഡ്രസ്സുമില്ലാത്ത ഒരു ഡെഡ് ബോഡി ഫ്രീ ആയി കിട്ടിയപ്പോ മുസ്ലിയാക്കന്മാര് യാളം കെട്ടിപ്പൊക്കി ആഗ്രഹ സഫലീകരണത്തിന്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ച് പണം കൊയ്യുന്ന കേന്ദ്രമാക്കി മാറ്റി. കൊല്ലത്തെ ഓച്ചിറയിൽ തെണ്ടി നടന്നിരുന്ന കുപ്പസ്വാമി എന്ന ഒരു അണ്ണാച്ചി മരിച്ചപ്പോൾ അയാളുടെ ഡെഡ് ബോഡി കിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ഹിന്ദുക്കളുമായി തർക്കിച്ച് വാദപ്രതിവാദം നടത്തി ആ ബോഡി കൊണ്ടുവന്ന് ഓച്ചിറ നിസ്കാരപ്പള്ളിയുടെ മുന്നിലുള്ള ഒരു പീടികയിൽ രായ്ക്ക് രാമാനം കുഴിയെടുത്ത് ജാറം കെട്ടി ഭണ്ഡാരപ്പെട്ടിയും വെച്ച് പണമുണ്ടാക്കുന്ന മുസ്ലിയാക്കന്മാര് സക്കാഫിമാരുള്ള നാടാണ് കേരളം. സഹോദരന്മാരെ, ഏത് വിധേനയായാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന മനസ്സുമായി നടക്കുന്ന ഒരു വിഭാഗം മുസ്ലിയാക്കന്മാർക്ക് ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മതം ഏതായാലും ഒരു മയ്യത്ത് കിട്ടിയാൽ മതി എന്നാണ് ഈ മുസ്ലിയാക്കന്മാരുടെ മതം. അതുകൊണ്ട് തന്നെ ഭണ്ഡാരപ്പെട്ടി വെച്ച് പണമുണ്ടാക്കാനായി അവര് കെട്ടി ഉണ്ടാക്കിയ ആയിരക്കണക്കിന് ജാറങ്ങളില് അതുപോലെ തന്നെ ആൾദൈവ കേന്ദ്രങ്ങളിലേക്ക് അറിവില്ലാത്ത ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുവാനായി തെളിവുണ്ടാക്കുവാനായി ആയത്തുകളും ഹദീസുകളും കണ്ടം മുറിച്ചും ദുർവ്യാഖ്യാനിച്ചും തെളിവുണ്ടാക്കാനാണ് മുസ്ലിയാക്കന്മാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത് ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അതെ,
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കുകയാണ്, സഹാബത്തിനെ ചൂണ്ടിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു, ഈ സഹാബത്ത് വിശ്വസിച്ചതുപോലെ, നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ, സഹാബത്തിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഈ സഹാബത്ത് വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിക്കുകയാണെങ്കിൽ അവര് സിറാത്തുൽ മുസ്തഖീമിലായി കഴിഞ്ഞു, സന്മാർഗത്തിലായി കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നേരായ മാർഗത്തിൽ വിശ്വാസമുള്ള ഒരാൾക്കും അള്ളാഹുവിനോടല്ലാതെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടുവാൻ കഴിയുകയില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ്, ഇസ്ലാം പഠിക്കുന്ന സന്മാർഗം അതാണ്. ഇവിടെ നോക്കൂ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരു ഇലാഹുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് അതിന്റെ അഹ്ലുകാരാണ് എന്ന് ഞങ്ങളും എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാർ വാദിക്കുന്നത് എന്താണ്? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പറഞ്ഞുകൊണ്ട് ഭീമാപ്പള്ളി പോലുള്ള ജാറങ്ങളിലേക്ക്, മമ്പുറം പോലുള്ള ജാറങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, മജ്ലിസുകൾ സംഘടിപ്പിക്കണം, സലാത്ത് വാർഷികങ്ങൾ നടത്തണം. അവിടെയൊക്കെ അറിവില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയി അവരുടെ ധനം പറ്റിച്ചെടുക്കണം. അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കുവാനാണ് വഫാത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തുന്ന സഹായം ശിർക്കല്ല, അങ്ങനെ സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് മുസ്ലിയാക്കന്മാർ വാദിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ മനസ്സിലാക്കുക, പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പ്രഖ്യാപിക്കുക, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ, അവനോട് യാതൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അതെ, ഒരു സൃഷ്ടിയോടും പങ്കു ചേർക്കാൻ പാടുള്ളതല്ല, ഒരു സൃഷ്ടിയോടും തേടാൻ പാടുള്ളതല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു സുബ്ഹാനഹു തആലയോടല്ലാതെ വേറൊരു സൃഷ്ടിയോടും, അതെ ഒരു സൃഷ്ടിയോടും സഹായം തേടിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്ക് നേരെ ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബത്ത് ഒരു സാഹചര്യത്തിലും വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയിട്ടില്ല. മാത്രമല്ല താൻ നല്ലോണം ശ്രദ്ധിക്കുക, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് താൻ വഫാത്തായാൽ തന്നെ വിളിച്ചു തേടണമെന്നല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതെ, ആ സഹാബത്ത് എന്താണോ ദീനായി മനസ്സിലാക്കിയത് അതാണ് സത്യദീൻ, അതാണ് സന്മാർഗം, അതാണ് സഹാബത്തിനെ ചൂണ്ടിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ വിഷയം അവതരിപ്പിച്ച മുസ്ലിയാർ പറഞ്ഞു, ഇലാഹാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ശിർക്ക് വരുകയുള്ളൂ എന്ന്. അതെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇലാഹാണെന്ന് ബോർഡ് വെച്ചിട്ടുള്ള വിശ്വാസം വേണമെന്നില്ല. നിങ്ങളിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വലിയ വർത്താനം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അതിൽ വിശ്വാസമല്ല, നിങ്ങൾ ബോർഡ് വെച്ചിട്ട് എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അതേ സഹാബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോ ആ യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി, ബറക്കത്ത് കിട്ടാൻ വേണ്ടി ഒരു ദാത്ത് അൻവാത്ത്, ഒരു മരം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ ചില സഹാബികൾ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? അതെ പ്രിയപ്പെട്ട എന്റെ സഹാബത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കോപിച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് മൂസാ നബി അലൈഹിസ്സലാമയോട് മൂസാ നബിയുടെ കൗമ് ഇലാഹിനെ നിശ്ചയിച്ചു തരുവാൻ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈ പറഞ്ഞത് എന്ന് സഹാബത്തിനെ തിരുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. മുസ്ലിയാരെ, നിങ്ങളെയും ഞങ്ങൾ തിരുത്തുന്നു, നിങ്ങൾ പറഞ്ഞത് പൊട്ടപ്പോയത്തമാണ്. എന്ത് നിർവചനം പറഞ്ഞാലും ഒരു കാര്യവുമില്ല, നിങ്ങളുടെ ആ നിർവചനം ടപ്പോന്ന് പറഞ്ഞ് പൊട്ടിപ്പോയിരിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം അതെ ആരോടാണോ ചോദിക്കുന്നത്? അവർ ഇലാഹാണ്, അവരാണ് അവന്റെ ഇലാഹ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിക്കുന്നത്. അതാണ് ഇവിടെ ഞങ്ങൾക്കും പറയാനുള്ളത്. പിന്നെ പിന്നെ റബ്ബാക്കുന്ന കാര്യം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കത് വലിയ ചർച്ചയാക്കാം. പക്ഷെ തുടക്കത്തിൽ ഞാൻ പറയാണ്, മുസ്ലിയാരെ, നിങ്ങളുടെ ആ വാദത്തിനും പ്രസക്തിയില്ല.
നിങ്ങളും അത്തരത്തിൽ ഒരുപാട് റബ്ബുകളാക്കുന്ന ആളുകളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ കാണാം, ഇത്തഹദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി എന്ന സൂറത്ത് തൗബയിലെ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്താണത്? അവിടെ അദ്ദേഹം ജാഹിലിയ്യ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പോ, ഞങ്ങൾ അവരെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ഞങ്ങൾ റബ്ബാക്കുന്നില്ലല്ലോ എന്ന് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളുടെ നസറാനികളായുള്ള പുരോഹിതന്മാര് ഹലാലും ഹറാമും അതെ സ്വന്തമായി കൽപ്പിക്കുമ്പോൾ ഹറാമിനെ ഹലാലാക്കുകയും ഹലാലിനെ ഹറാമാക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അതാണ് നിങ്ങൾ അവരെ റബ്ബാക്കുന്നത്. അതെ, ആ പണി കേരളത്തിലെ സമസ്തക്കാരായിട്ടുള്ള മുസ്ലിയാക്കന്മാരും ചെയ്യുന്നു. പലവിധത്തിലുള്ള ഹലാലുകളെയും അവർ ഹറാമാക്കുന്നു. പലവിധത്തിലുള്ള ഹലാലുകളെയും ഷിർക്കിനെയും പലവിധത്തിലുള്ള ഹറാമുകളെയും ഷിർക്കിനെയും ഒക്കെ അവർ ജനങ്ങൾക്ക് ഹലാലാക്കി കൊടുക്കുന്നു. ഈ പണി കേരളത്തിലെ സമസ്തക്കാരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും നിങ്ങളുടെ ആ വാദവും നിങ്ങളുടെ ആ സമർത്ഥനവും അതിൽ നിങ്ങൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു, നിങ്ങളുടെ ആ വാദം എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും إن الحمد لله نحمده ونستعين ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من بغى علي اللهم أجب دعوتي واغسل حوبتي وثبت حجتي واهدي قلبي وسدد لساني واسلل سخيمة صدري وقال تعالى في القرآن الكريم أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله. സഹോദരന്മാരെ, നമ്മൾ രണ്ടുപേരുടെയും വാദവും പ്രതിവാദവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടിയും വാദവും അതേപോലെ തന്നെ അതിന്റെ പ്രതിവാദം നോക്കാം. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്തിഗാസ നടത്തുന്നത് നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, അത് ശിർക്കാണ് എന്നതാണ് നമ്മുടെ വാദം. എന്നാൽ നമ്മുടെ സഹോദരന്മാരുടെ വാദം അത് നേർ വിപരീതമാണ്. അഥവാ ഈ സംഭവം വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്തിഗാസ നടത്തുന്നത് അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അഥവാ നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ അത് ശിർക്കുമല്ല എന്നാണ് നമ്മുടെ സഹോദരന്മാർ വാദിക്കുന്നത്. ഇവിടെ ഞാൻ ഓദിച്ച ആയത്ത് സൂറത്ത് ശുറായിലെ 21-ാമത്തെ ആയത്ത്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ലാ. എന്തായാലും വളരെ സന്തോഷമുണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹൊക്കെ കിതാബുകൾ കൊണ്ടൊക്കെ ഇവരെ തെളിവ് കൊണ്ടുവരുന്നതും അതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും സന്തോഷമുണ്ട്. പക്ഷേ മുഴുവനായിട്ടും ആ ഗ്രന്ഥം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഷിർക്കിന്റെ വ്യവസായം പൂട്ടിക്കെട്ടേണ്ടി വരും എന്നുള്ളത് സത്യാവസ്ഥ. ആ കിതാബ് ഒന്ന് വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. എന്തായാലും ആ ഇമാമിന്റെ ശിഷ്യനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ പ്രസിദ്ധ കിതാബായ ഇമാം നവവി റഹിമഹുള്ളയുടെ അർബഈൻ നവവിയുടെ ആ കിതാബിന്റെ ശറഹിൽ അദ്ദേഹം പറയുന്നു, ഫമൻ തഖറബ ഇലല്ലാഹി ബിഅമലിൻ ലം യജഅലുഹു അല്ലാഹു വറസൂലുഹു ഖുർബതൻ ഇലല്ലാഹ് ഫഅമലുഹു ബാത്തിലുൻ. അഥവാ ഒരാള് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നു ഒരു പ്രവർത്തനം കൊണ്ട്, അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോ അത് ഖുർബത്തായി അഥവാ അള്ളാഹുവിലേക്ക് സാമീപ്യമായിട്ട് നിശ്ചയിക്കാത്തൊരു കാര്യമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ അമല് ബാത്തിലാണ്. അവൽ നിന്നും ആ കർമ്മം എന്ത് ഇപ്പോഴും തള്ളപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ ചോദ്യം,
നിങ്ങളിവിടെ നിങ്ങളുടെ ഈ നിങ്ങളുടെ വാദത്തിൽ വ്യക്തമായി തന്നെ എഴുതിയിരിക്കുന്നു, 4 പ്രമാണങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടുന്നത് അത് പ്രമാണങ്ങൾ കൊണ്ട്, ഈ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്തായാലും നമ്മളും നിങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നാമത്തെ പ്രമാണമായിട്ട് ഖുർആൻ എഴുതിയിട്ടുണ്ട് അല്ലെ? ഖുർആനും നമ്മളും നിങ്ങളും തന്നെ അംഗീകരിക്കുന്നു. ഒന്നാമതായി നമ്മൾ അംഗീകരിക്കുന്ന ആ പ്രമാണം ഖുർആനാണ്. ആ ഖുർആനിൽ നിന്നും വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമായിട്ടാണെങ്കിൽ അത് വ്യക്തമായി തന്നെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഉണ്ട് എന്ന് പറയാം. എന്നിട്ട് ആ ആയത്ത് ഉദ്ധരിക്കാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ചോദ്യങ്ങളിൽ കിടക്കാം. അടുത്ത പ്രമാണം ഉണ്ടല്ലോ, ബാക്കിയുള്ള പ്രമാണം കിടക്കാം. ഖുർആൻ കൊണ്ട് ഈ കാര്യം സ്ഥിരപ്പെട്ടതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് സ്ഥിരപ്പെട്ടതാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഖുർആൻ ആയത്ത് ഓതുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? ചർച്ചയിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോ ഇവിടെ ചോദ്യം വന്നു. നമ്മുടെ വിഷയാവതരണത്തിനെ ഗണ്ണിച്ചുകൊണ്ട് ഒരു വിഷയാവതരണമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സ്ഥിരം പല്ലവി ഇവിടെയും നടക്കുകയാണ് ഉണ്ടായത്. അവരുടെ കവലപ്രസംഗം അതിൽ അവർ കേമന്മാരാണെന്ന് ഒന്നുകൂടി ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഇബ്നു ഖയ്യിമിന്റെ മദാരിജ് ഞങ്ങൾ തെളിവ് ഉദ്ധരിച്ചത് തന്നെ എന്തിനാണെന്ന് പാവം സുഹൈൽ സാഹിബിന് മനസ്സിലായില്ല. നിങ്ങളുടെ പണ്ഡിതന്മാർ, നിങ്ങളുടെ മുജാഹിദ് പദാവാഹകരായ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ കിതാബെങ്കിലും ഒന്ന് ശരിക്ക് പഠിച്ചിട്ട് വരണ്ടേ? പൂർവസൂരികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഏതായാലും നിങ്ങൾ നോക്കില്ല. നിങ്ങൾ നോക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി പഠിച്ചിട്ട് വന്നൂടെ? എന്നാൽ തന്നെ നിങ്ങൾ ഈ അബദ്ധം പറയൂല. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിമിന്റെ മദാരിജ് തന്നെ നിങ്ങളുടെ മുന്നിൽ വച്ചത്. അതുപോലും സുഹൈൽ സാഹിബിന് മനസ്സിലാവാതെയാണോ പറഞ്ഞതല്ല, മനസ്സിലായില്ലെന്ന് നടിച്ചതാണോ എന്തോ ആവട്ടെ. ഇനി അദ്ദേഹം ചോദിക്കുന്നത് ഖുർആനിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോ ഇവിടെ സുഹൈൽ സാഹിബ് ചോദിച്ചിരിക്കുന്നത് ഖുർആനിലുണ്ടോ, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. നമ്മളിവിടെ വ്യവസ്ഥ എഴുതിയത് തന്നെ 4 പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല എന്നതാണ്. അപ്പോൾ വ്യവസ്ഥാപിതമായി ഒരു ചോദ്യം ചോദിക്കാൻ തന്നെ സുഹൈൽ സാഹിബിന് അറിയില്ല എന്ന് സുഹൈൽ സാഹിബ് തന്നെ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വ്യവസ്ഥയൊക്കെ ഒന്ന് നോക്കി ക്ലിയർ ചെയ്ത് വരണ്ടേ? 4 പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ വ്യവസ്ഥ നോക്കാതെ വന്ന ഒരവസ്ഥാവിശേഷമല്ലേ കാണുന്നത്? അപ്പോൾ ഇത്രയും കാലം സംവാദം നടത്തിയത് എങ്ങനെയായിരുന്നു? സംവാദം ശരിക്ക് നടത്തിയിട്ടില്ല. വ്യവസ്ഥാപിതമായ സംവാദം നടത്താൻ സുഹൈൽ സാഹിബിന് കഴിയില്ല എന്നിവിടെ ആവർത്തിച്ച് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരപ്പെടാൻ, ഇസ്ലാമിൽ ഒരു വിഷയം സ്ഥിരപ്പെടാൻ 4 പ്രമാണം പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങൾക്കിവിടെ വിഷയം വ്യവസ്ഥാപിതമായി നാം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ചർച്ചയിൽ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ആശയം സുബൂത്താക്കാൻ, സമർത്ഥിക്കാൻ 4 പ്രമാണം പറഞ്ഞാൽ മതി. കാരണം അതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥാപിതമായിട്ടുള്ളതായിരിക്കണം നമ്മുടെ ചർച്ച. അപ്പോൾ നിങ്ങൾ ഖുർആൻ ചോദിച്ചല്ലോ, ഖുർആൻ ഞങ്ങൾ പറഞ്ഞു തരാം. എന്നാ ഖുർആൻ തന്നെ പിടിച്ചോ. സൂറത്തുൽ അഹ്സാബ് 6-ാം അധ്യായം. സൂറത്ത് അഹ്സാബ് 6-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ആയത്ത് കിട്ടിയല്ലോ. ആയത്ത് വളരെ കൃത്യമാണ്. അഹ്സാബ്, ഖുർആനിൽ അഹ്സാബ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ടോ എന്നെടുത്ത് നോക്കൂ. അതിൽ 6-ാമത്തെ ആയത്തുണ്ടോ എന്നെടുത്ത് നോക്കൂ. ആയത്ത് നോക്കുമ്പോൾ ആഴത്തിൽ നോക്കണം.
എന്തെങ്കിലും നോക്കി കുടുങ്ങരുത്. ഖുർആൻ വ്യക്തമായി പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അപ്പോൾ വിഷയം ഞങ്ങൾ ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് കേൾക്കൂ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മുഅ്മിനീങ്ങളുടെ ശരീരത്തേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് മുഅ്മിനീങ്ങളോട്. അപ്പോൾ ഇനി ആയത്തുമായല്ലോ, വളരെ വ്യക്തമായി കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സൂറത്തുൽ അഹ്സാബ് എടുത്തു നോക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട ആളാന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്ത് മാത്രമല്ല, ഞങ്ങളൊക്കെ റസൂലുള്ളാഹിന് ശേഷമുള്ള മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മുഅ്മിനീങ്ങൾക്കും റസൂലുള്ളാഹ് ഏറ്റവും ബന്ധപ്പെട്ട ആളാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താം എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുന്നു. എനിക്ക് വാദപ്രതിവാദം അറിയില്ല, വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥകൾ അറിയില്ല, അതുപോലെ തന്നെ വാദം വായിച്ചിട്ടില്ല, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതേ രീതിയിൽ ചോദിച്ചത്. മനസ്സിലായോ? എന്റെ ചോദ്യം എന്താണെന്നറിയോ? ഖുർആൻ കൊണ്ട് തന്നെ തെളിയിക്കണമെന്നല്ല. നിങ്ങൾ നാലൊരു പ്രമാണം എഴുതിയപ്പോ ആദ്യം വെച്ചത് എന്താണ്? ഖുർആനാണ്. ഇനി ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആയുധമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം അറിയില്ല. ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു, ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഉണ്ടെങ്കിൽ ആയത്ത് ഓതുക. നിങ്ങൾ അത് പറയില്ല, ഉണ്ടെന്ന് പറയില്ല, ഉണ്ടില്ല എന്ന് പറയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ആയത്ത് ഓതി. ഇൻഷാ അല്ലാഹ് ആ ആയത്തിന് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്തായാലും സഹോദരന്മാർ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ വ്യക്തമായി നന്നായി നല്ല ഉസ്താദുമാരിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ ഈ വ്യവസായം നിങ്ങൾ നിർത്തും. ഞാൻ ഇൻഷാ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ല നല്ല ഉസ്താദുമാരുടെ കീഴിൽ നിന്ന് തന്നെ മദാരിജുസ് സാലിക്കീൻ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആ കിതാബ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുടുങ്ങും. അപ്പൊ ഇപ്പൊ തന്നെ പറയുന്നത്, നന്നായിട്ട് ഒന്നുകൂടി എന്ത് ചെയ്തോളൂ? അത് വായിച്ചോളൂ. വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ വ്യവസായം നിർത്തണം എന്നതാണ് എന്റെ സുലൈമാൻ അഹ്സനിയോട് എന്ത് പറയാനുള്ളത്? ഒരു നിർദ്ദേശമായി പറയാനുള്ളത്. എന്നോട് പറയല്ലോ, ഞങ്ങൾ നന്നായിട്ട് വായിക്കണം പറയല്ലോ. അത് ശരിക്കും നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ മുഖത്ത് തന്നെ പറയേണ്ടത് എന്ത്? നന്നായി മദാരിജുസ് സാലിക്കിൻ വായിക്കുക. അപ്പോ ഈ ഒരു സംശയം തന്നെ ഉണ്ടാവില്ല. അപ്പോ എന്നാണ് വാദം? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, നബിയെ ഞങ്ങളെ രക്ഷിക്കണേ, നബിയെ ഞങ്ങൾക്ക് സന്താനങ്ങൾ തരണേ, നബിയെ ഞങ്ങൾക്ക് കാക്കണേ എന്നതിന് അല്ലാഹു തആല പറഞ്ഞത്രേ, അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ. ഇതിന് വേണ്ടിയിട്ടുള്ള ആയത്താണ് അസ്തഗ്ഫിറുല്ലാഹ്, നഊദു ബില്ലാഹ്. ഏത് വാക്കിനാണ് വഫാത്ത്? ഏത് വാക്കിനാണ് ഇസ്തിഗാസ? ആരാ പറഞ്ഞത് ഇത് ഇസ്തിഗാസ? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്തിഗാസ നടത്താനുള്ള ആയത്താണ് എന്നത് ആര് പറഞ്ഞു? നിങ്ങളാണോ പറഞ്ഞത്? അത് ഞങ്ങൾ സ്വീകാര്യമല്ല. ഇനി ഇത് കേട്ട അല്ലെ ഇത് മനസ്സിലാക്കിയ, ഇത് നിങ്ങൾ കോപ്പി അടിച്ച നൗഷാദ് ഹസനിയാണോ? അത് ഞങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയും. മനസ്സിലാക്കിക്കോ. ഇവിടെ നൗഷാദ് ഹസനിയോ അതേപോലെ തന്നെ നിങ്ങളെ ഉസ്താദുമാരോ എന്തെങ്കിലും ഇസ്തിൻബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് തോട്ടിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. കേട്ടോ, മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് പറയാനുള്ളത്, ഇവിടെ സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിൽ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്തിഗാസ എന്നത് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ആ ഏത് മുഫസ്സിർ പറഞ്ഞു? നിങ്ങൾ തെളിയിക്കണം. അള്ളാഹുവിന്റെ പേരിൽ പച്ചക്കള്ളമാണ് നിങ്ങൾ കെട്ടിണ്ടാക്കിയത്. നിങ്ങൾ ഇതിന്റെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. അതുകൊണ്ട് ചോദ്യം വീണ്ടും, ഇവിടെ അല്ലാഹു തആലയുടെ ഖുർആനിൽ നിന്ന് നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ എവിടെയാണ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ നടത്താൻ തെളിവ് എന്ന് നിങ്ങൾ അത് തെളിയിക്കണം. എന്താണ് സുഹൈൽ സാഹിബേ, സ്വന്തം കണ്ണാടിയിൽ നോക്കി പറയുന്ന സ്വഭാവം ഇവിടെ വിളമ്പുകയാണോ?
മദാരിജ് ഞങ്ങളത് വായിച്ച ഇബാറത്തിൽ എന്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ കിതാബുകളൊക്കെ നിങ്ങൾ പഠിക്ക് എന്ന് പറഞ്ഞില്ലേ? ഞാൻ വായിച്ചതിൽ എന്താ തെറ്റ്? ആ ഒരു തെറ്റ് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ? എന്നിട്ടാണല്ലോ ഈ വാചകം അടിക്കുന്നത്. പിന്നെ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറഞ്ഞതിൽ ആദ്യം ഖുർആൻ എഴുതിയത് കൊണ്ട് ഖുർആൻ പ്രമാണമായിട്ട് ആദ്യം തന്നെ പറയണമെന്നുണ്ടോ? എവിടെ നിന്നാണ് സുഹൈൽ സാഹിബ് ഈ വരുന്നത്? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു, നിങ്ങൾ വ്യവസ്ഥ ഒന്നും നോക്കിയിട്ടില്ല. നിങ്ങൾ വ്യവസ്ഥ നോക്കാതെയാണ് കയറി വന്നത്. നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടണം എന്നതല്ലേ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോ നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടണമെങ്കിൽ അത് ആദ്യം ഖുർആൻ എഴുതിയതുകൊണ്ട് ആദ്യം ഖുർആൻ പറയണമെന്നുണ്ടോ? എന്താണ് നിങ്ങൾ എവിടത്തെ ഉസൂലാണ്? ഇപ്പോ മൻഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ കേൾക്കുന്നില്ലല്ലോ. കേൾക്കൂല. ഇതേ ആൺകുട്ടികളോടാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് ഞങ്ങൾ ആയത്ത് ഇവിടെ പറഞ്ഞു, ഖുർആൻ ഇവിടെ ഉദ്ധരിച്ചു കേട്ടോ. ഖുർആനിൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, ബിൽ മുഅ്മിനീൻ എന്ന് പറയുന്നത് ആമാണ് ഹബീബേ, അതറിയില്ലേ? ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഔലയാണ്. ബിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ആരുടെയെങ്കിലും കോപ്പി എടിയെന്ന് പറഞ്ഞ് വെറുതെ സമയം കളയാതെ ഞാൻ പറഞ്ഞതിനെ ആധികാരികമായി ഗണ്ണിക്ക്. അപ്പോ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. നൗഷാദ് അഹ്സനിയുടെ സംവാദം കേട്ട് കോപ്പി അടിച്ച് പറഞ്ഞാണ്. ആ സംവാദം നിങ്ങളൊന്ന് ശരിക്കും കേട്ടെങ്കിൽ നിങ്ങൾ മുജാഹിദിന് രാജിവെക്കും. നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങായിരുന്നു. വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. അപ്പോ റസൂലുള്ളാഹ് ഞങ്ങൾക്ക് ഔലയാണ്. ഈ ഔല എന്ന് പറഞ്ഞാൽ എന്താണ് അറിയണ്ടേ? എടുത്തു നോക്കൂ ഇമാം മാവർദിയുടെ തഫ്സീർ അന്നുക്കത്ത് വൽ ഉയൂൻ അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വഇസ്ആഫിഹിം ഫീ നവാഇബിഹിം. അർത്ഥം വെക്ക് സുഹൈലേ, എന്താണ് അർത്ഥം? അപ്പോ ഇവിടെ തഫ്സീർ വായിക്കുകയുണ്ടായി, സ്വന്തം വിശദീകരണമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാൻ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അന്നുക്കത്ത് വൽ ഉയൂൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വഇസ്ആഫിഹിം ഫീ നവാഇബിഹിം. അവരുടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുന്നതിലും ഔലയാണ്. ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ അസ്അഫഹു, പഠിക്ക്, ലുഗത്ത് പഠിക്ക്, മനസ്സിലാക്ക്. അസ്അഫഹു എന്ന് പറഞ്ഞാൽ അആനഹു, വളരെ വ്യക്തമായി ഇഗാസത്ത് എന്ന് തന്നെ. ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ ഇഗാസത്തിഹിം ഫീ നവാഇബിഹിം, പ്രയാസഘട്ടങ്ങളിൽ നബിതങ്ങൾ സഹായിക്കും, മുഅ്മിനീങ്ങളെ സഹായിക്കും എന്നിതാ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നു. തഫ്സീറുകളടക്കം പറഞ്ഞു തന്നിട്ടുണ്ട്. ഗണ്ണിക്ക് സുഹൈലേ, ധൈര്യമുണ്ടെങ്കിൽ ഗണ്ണിക്ക്, വെറുതെ സമയം കളയല്ലേ. അപ്പോ ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഅ്മിനീങ്ങൾക്ക് റസൂലുള്ളാഹ് സഹായിയാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മാത്രമാണോ മുഅ്മിനീങ്ങൾ ഉണ്ടാകുന്നത്? മുഅ്മിനീങ്ങൾ റസൂലുള്ളാഹിന്റെ കാലശേഷം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് റസൂലുള്ളാഹ് സഹായിക്കും. വളരെ വ്യക്തമായി. അപ്പോൾ ഇസ്തിഗാസ ചെയ്യൽ ശിർക്കല്ല. ശിർക്ക് ഖുർആൻ പ്രചരിപ്പിക്കുമോ? തഫ്സീറുകൾ പ്രചരിപ്പിക്കുമോ? സുഹൈലേ, ആധികാരികമായി ചോദ്യം എന്തായാലും തെറ്റല്ല. കാരണം പുള്ളി ആയത്തോതി അല്ലേ, ആയത്ത് എന്തായാലും മോദി. അപ്പൊ എന്തായാലും ചോദ്യം എന്തായാലും തെറ്റല്ല എന്നുള്ളത് എന്തായാലും അൽഹംദുലില്ലാ സ്ഥിരപ്പെട്ടു. പിന്നെ നാലാലൊരു പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആൻ തന്നെ ആവണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഖുർആനിൽ ഞങ്ങൾക്ക് ചോദിക്കാലോ. നാലിൽ ഖുർആനിൽ നിന്ന് ചോദിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് ചോദിക്കാം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതല്ലേ നിങ്ങളുടെ ബാധ്യത. ഇത് ചോദ്യം നിങ്ങൾക്ക് എന്തായാലും വ്യക്തമായി തന്നെ കുറിക്ക് കൊണ്ട് എന്നത് മനസ്സിലായി. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഓതിയിട്ട് രക്ഷപ്പെടാം എന്നാണ് നിങ്ങൾ കരുതിയെങ്കിൽ ആ കരുതൽ പാഴായി പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ സംവാദത്തില് നമ്മളൊക്കെ രാജിവെക്കണം. രാജിവെച്ചതും രാജിവെപ്പിച്ചതും ആരാണ്?
ഇപ്പൊ നൗഷാദ് ഹസനി എവിടെയാണ്? നിങ്ങളുടെ കൂടെ ഉണ്ടോ? അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ എന്ന് പറയുന്ന നൗഷാദ് ഹസനി അല്ലാഹു തആല നിങ്ങൾക്ക് കൊടുത്ത ശിക്ഷയാണ്. അവനിപ്പോ എവിടെയാണുള്ളത്? ഏത് സംഘടനയുള്ളത്? എന്താണ് അവന്റെ ഹാല്? ഒന്ന് നിങ്ങളൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അതുകൊണ്ട് അതൊന്നും ഓതിയിട്ട് ഇവിടെ നീണ്ട പറഞ്ഞൊരു കാര്യം. ഇവിടെ അള്ളാഹുവിന്റെ കലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ നടത്താൻ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ എന്നത് നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് മുഫസ്സിരീങ്ങൾ എന്താണ് ആയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നടപ്പിലാക്കണം ഇൻഷാ അല്ലാഹ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരാം. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ യജിബു അലൽ ഇമാമി അൻ യഖ്ദിയ മിൻ ബൈത്തിൽ മാലി ദൈനൽ ഫുഖറാ ഇത്തിദാഅൻ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കിയ മുഫസ്സിരീങ്ങൾ പറയുന്നു, ബൈത്തുൽ മാലിൽ നിന്നും ഇമാം എന്ത് ചെയ്യണം? പാവപ്പെട്ട ആളുകളെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ഇസ്തിഗാസ നടത്തണം എന്നൊരൊറ്റ മുഫസ്സിർ മറ്റല്ല. പിന്നെ പുള്ളി പറയണത് സുഹേലിന് അർത്ഥം വെക്കാൻ കഴിയുമോ കഴിയില്ലേ? എന്റെ ചോദ്യമാണ്, നിങ്ങൾ പറയാണ് നിങ്ങൾക്കത് അർത്ഥം വെക്കാൻ അറിയില്ല എന്ന് എന്റെ മുന്നിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ അർത്ഥം വെക്കും. പക്ഷെ അത് പറയണം, സമ്മതിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? സമ്മതിക്കണം. നിങ്ങൾ ഇവിടെ ആയത്തോതി എന്തായാലും ആയത്തിൽ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ നടത്തണം എന്നില്ല, അവിടെ ഒരു വാചകത്തിനുമില്ല. ഇനി നബി സല്ലല്ലാഹു അതിന്റെ ഷർഹിൽ എന്താ അതിന്റെ തഫ്സീറിൽ ഇമാം മാവർദി റഹ്മഹുല്ലാഹ് എവിടെയാണ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങൾക്ക് ഇസ്തിഗാസ നടത്താം എന്നത് നിങ്ങൾ കാണിക്കണം. അവിടെ അറബിയിൽ മഷീട്ട കറുത്ത മഷിയില്ല എവിടെയെങ്കിലും നിന്നും മാവർദിയുടെ നുക്കത്ത് വല്ലയൂർ എന്ന കിതാബിൽ നിന്നും നിങ്ങൾക്കത് തെളിയിക്കാൻ സാധ്യമാണോ? എന്റെ അടുത്ത ചോദ്യം. അപ്പോ സുഹൈൽ യൂസുഫിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഖുർആൻ ചോദിച്ചതാണ്. നാളെ ഞങ്ങൾ ചോദിക്കുന്ന അവസരമാണ്. ഞങ്ങൾക്കും ആ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുന്നത് നന്ന് കേട്ടോ. നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ, ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ചോദിച്ചു. ഓക്കെ, നാളെ ഞങ്ങൾക്ക് ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഉണ്ട്, ഞങ്ങൾ ചോദിക്കും കേട്ടോ, ഓർത്തിരുന്നു. ഇനി അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവിടത്തെ ആയത്തിനെ വിശദീകരിക്കുന്നത് ഇമാം മാവർദി റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞു, അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വ ഇസ്ആഫിഹിം ഫീ നവാഇബിഹിം. തൊട്ടോ സുഹൈലേ, അതൊന്ന് തൊട്. പിന്നെ ഖുർത്തുബി പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം ഇതിന് മറുപടി പറ. എന്താ വിചാരിച്ചത്? ഇവിടെ ഖുർത്തുബി വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുകയാണ്. അന്നഹു ഇമാം മാവർദി വിശദീകരിച്ചിരിക്കുകയാണ്. അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വ ഇസ്ആഫിഹിം ഫീ നവാഇബിഹിം. അവരെ പ്രയാസഘട്ടങ്ങളിൽ അവരെ സഹായിക്കുകയാണ് നബി. പിന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം എവിടെ? പിന്നെ സുഹൈൽ സാഹിബേ, ഇവിടെ അന്നബി ഔലാ ബിൽ മുഅ്മിനീന വ ഇസ്ആഫിഹിം എന്ന് വ്യക്തമായി പറഞ്ഞു. മറ്റൊന്ന് വഫാത്തിന് ശേഷം എന്ന് എവിടെയെന്നാണ്. അതാണ് ഹബീബെ പറഞ്ഞത്, ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഔലയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമുള്ള മുഅ്മിനീങ്ങൾക്ക് ഔല. ബിൽ മുഅ്മിനീനയിലുള്ള അതിലുള്ള അല്ലെന്തെന്നൊന്ന് പഠിക്ക്. ഇസ്തിഗ്റാഖിന്റെ അല്ലൊന്നും അറിയില്ലേ? ഉമൂമിന്റെ അല്ലൊന്നും അറിയില്ലേ? അല്ലൊന്നും പഠിക്കാതെ സംവാദത്തിൽ വന്ന ആൾക്കാർ എല്ലാവരും നല്ലോണം പഠിച്ചു വരണ്ടേ? അപ്പൊ അൽ മുഅ്മിനീൻ എന്നുള്ളതിന്റെ അൽ ഉമൂമാണ്, അത് ഇസ്തിഗ്റാഖിനാണ്, എല്ലാ മുഅ്മിനീങ്ങളും എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കും എന്ന് ഇമാം മാവർദിയുടെ നുഖത്ത് വൽ ഉയൂൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ഞാൻ ഇവിടെ വായിച്ചു, തൊട്ടിട്ടില്ല. മറ്റൊന്ന് അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ, വഫാത്തിന് ശേഷം എവിടെ എന്നല്ലേ? അത് ബിൽ മുഅ്മിനീൻ. ബിൽ മുഅ്മിനീൻ എന്നതുകൊണ്ട് തന്നെ കിട്ടി. ഞങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ ശേഷമുള്ള മുഅ്മിനീങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളല്ലേ? ബിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞതിൽ അല്ല, അവിടെ ഇസ്തിഗ്റാഖിനാണ്, ഉമൂമിനാണ്. മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ വുസൂൽ. എന്താണ് ആ ശബ്ദം ഇപ്പോൾ ഇവിടെ കേൾക്കുന്നില്ലല്ലോ? പല ആവർത്തി പല സ്ഥലങ്ങളിലും ആക്രോശിച്ച നിങ്ങളുടെ ഈ ശബ്ദം
ഇവിടെ നിലംപരിശായിരിക്കുന്നു. എവിടെ തൊട്. പിന്നെ ഖുർത്തുബി പറഞ്ഞതല്ലേ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഖുർത്തുബി പറഞ്ഞതിലൊക്കെ നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും. ആദ്യം ഞാൻ പറഞ്ഞ ഈ തഫ്സീറിന് എന്താണ് പ്രശ്നമുള്ളത്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? വളരെ വ്യക്തമായി ഞാനിവിടെ തെളിയിച്ചിട്ടുണ്ട്. ആധികാരികമായി സമീപിക്കൂ സുഹൈലെ. പിന്നെ സുഹൈൽ സാഹിബേ, ഞങ്ങൾ ഇവിടെ മാവർദിയുടെ തഫ്സീർ വായിച്ച് അതിന് അർത്ഥം വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ എന്താ തെറ്റ്? വൈസാഫിഹിം ഫീ നവാഇബിഹിം, അവരുടെ പ്രയാസഘട്ടങ്ങളിൽ സഹായിക്കും. ഇസ്ആഫിന് സഹായിക്കുക എന്നർത്ഥമില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ സുഹൈലിന്? എനിക്ക് അർത്ഥം അറിയില്ല എന്നങ്ങ് സമ്മതിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ അർത്ഥത്തെ അല്ലടോ ഗണ്ണിക്കേണ്ടത്. ഞാൻ പറഞ്ഞ അർത്ഥത്തെ ഗണ്ണിക്ക്. ഞാൻ പറഞ്ഞ അർത്ഥത്തെ ഗണ്ണിക്കാതെ അർത്ഥം അറിയില്ല എന്ന് പറയേ. എന്താണ് ഇങ്ങനെയും വളരെ ദയനീയമായി ഞങ്ങളെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയല്ലേ? റസൂലുള്ള സഹായിക്കുമെന്നും ഖുർആൻ മുൽ മുഅ്മിനീന എന്ന് പറഞ്ഞാൽ ആമായ നിലയ്ക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ബിൽ മുഅ്മിനീനുള്ള അൽ ഉമൂമിനാണ്, അത് ഇസ്തിഗ്റാഖിനാണ്. അൽ ഇസ്തിഗ്റാഖ് യുഫീദുൽ ഉമൂമ എന്ന ഖായിദ പോലും പഠിക്കാതെ മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ വുസൂൽ. എവിടെയാണ് സുഹൈൽ സാഹിബേ ഇവിടെ പലവട്ടവും നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ ഈ മുഴങ്ങിക്കേട്ട നിങ്ങൾ പറഞ്ഞ ഈ മൻ ഹുരിമൽ ഉസൂൽ അതിപ്പോൾ കാണുന്നില്ലല്ലോ, അതിപ്പോൾ പറയുന്നില്ലല്ലോ. മുഅ്മിനീങ്ങൾ ഇവിടെ വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞു മുഅ്മിനീങ്ങളാണ് കേട്ടോ. മുഅ്മിനീങ്ങൾ എന്നുള്ളത് ഉമൂമാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമുള്ള മുഅ്മിനീങ്ങളും പെട്ടു. അല്ല എന്നതിന് തഖ്സീസിനല്ലേ തെളിവ് പറയേണ്ടത്? തഖ്സീസിന് തെളിവ് കൊണ്ടുവരൂ. ആമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. തഖ്സീസിന് തെളിവ് കൊണ്ടുവരൂ. നിന്റെ വക ഒരു തഫ്സീറിന്റെ ഒരു ആവശ്യമില്ല. അഹ്സനിമാരും അതുപോലെ തന്നെ സഖാഫിമാരൊക്കെ എന്തിനു പറ്റില്ല? അവരുടെ കിതാബിലൊക്കെ ശറഹ് ചെയ്യാൻ യോഗ്യരല്ല. മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ. നിങ്ങൾക്ക് അതിന് യാതൊരു യോഗ്യതയുമില്ല. പിന്നെ ഈ ആയത്തും അതുപോലെ തന്നെ കാര്യമൊക്കെ ആദ്യം ചൊല്ലിക്കൊടുക്കേണ്ട ആരെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. കാരണം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്തേക്ക് ഒരു സ്ത്രീ വന്ന് ചോദിച്ചു. എന്താ ചോദിച്ചറിയോ? അതി നബി സല്ലല്ലാഹു عليه وسلم امرأة فكلمته في شيء فأمرها أن يرجع إليه قالت يا رسول الله أرأيت إن جئت ولم أجدك كأنها تريد الموت قال إن لم تجديني فأتي أبا بكر. എന്താണെന്നറിയോ? ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരു കാര്യത്തിന് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പിന്നീട് വാ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ സ്ത്രീ ചോദിക്കുന്നു, താങ്കൾ വഫാത്തായി പോയാലോ? അപ്പൊ നബി സല്ലല്ലാഹു അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ എന്നല്ല ഓതിയത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നമാ വലിയക്കുമുല്ലാ എന്നല്ല ഓതിട്ടോ. അതുപോലെ വലൗ അന്നഹും ഇല്ലമു അൻഫുസുഹും ജാഊക എന്നല്ല ഓതിട്ടോ. എന്തേ നബി സല്ലല്ലാഹുവിന്റെ ഖബറിലേക്ക് പോകാനില്ലേ? എന്റെ നബിയെ എനിക്കിന്ന പ്രശ്നമുണ്ടെന്ന് പറയുന്നില്ല. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലം തജിദീനി ഫഅതി അബൂബക്കർ. ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നീ അബൂബക്കർ ബിൻ സിദ്ദീഖ് റളിയല്ലാഹു അടുത്തേക്ക് പോകണം എന്നത് ആദ്യം അല്ലും എല്ലും ഒക്കെ നബി സല്ലല്ലാഹുവിന്റെ ഖബറിലേക്ക് പോയി ചോദിച്ചോ. കഴിഞ്ഞ സംവാദങ്ങളൊക്കെ ഹുസൈൻ സഖാഫിയൊക്കെ തോറ്റമ്പിയപ്പോ നമ്മുടെ ഭീമാ പള്ളിക്കാർ തട്ടിക്കുട്ടി കൊണ്ടുവന്ന ഒരു പീരങ്കിയാണ് ഇതിലെ. ഇത് സത്യം പറഞ്ഞ ഭീമാപള്ളി ഉറൂസിലെ നനഞ്ഞ പടക്കമായി പോയല്ലോ ഭീമാപള്ളിക്കാരെ. എന്താണിത്? കുറച്ച് ചിരിച്ചുകൊണ്ടും കുറച്ച് പരിഹസിച്ചുകൊണ്ടും ഒക്കെ സമയം നീട്ടാന്നല്ലാതെ എന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടോ? ഇവിടെ മാവർദിയുടെ തഫ്സീറിൽ എന്താണ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ ഇസ്തിഗാസ നടത്താൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബിൽ മുഅ്മിനീന എന്താണ് അൽ ഉമൂമിനേക്കാണ് കുറിക്കുന്നത് എന്നതൊക്കെ പറയാന്നല്ലാതെ എവിടെയാണ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്തിഗാസ നടത്താൻ ഇമാം മാവർദി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിക്ക്. അത് നിങ്ങൾക്ക് ഇമാം മാവർദിയുടെ നുഖത്തിലില്ല. ഒരു കുത്തിലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. മനസ്സിലാക്കിക്കോ. ഇനി കേട്ടോ, അനസ് റളിയല്ലാഹുവിൽ നിന്നും അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്നു. എന്താ ഉദ്ധരിക്കുന്ന അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്
വരൾച്ച ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് തേടുന്നു. എന്നാലോ ഫലമ്മാ കാന ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം നബിയേ എന്നല്ല, ഉമർ റളിയല്ലാഹു അൻഹു നബിയേ എന്നല്ല, അതുപോലെ തന്നെ അബ്ബാസ് മുത്തലിബ് നബിയേ എന്നല്ല, മറിച്ച് അന്ന് ജീവിച്ചുള്ള ആളുകളെ അടിസ്ഥാനിച്ച് കൊണ്ട് തന്നെ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഇവർക്കൊന്നും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന തിരിഞ്ഞില്ലേ, അല്ലി തിരിഞ്ഞില്ലേ, എല്ലി തിരിഞ്ഞില്ലേ, മറുപടി പറയണം. ഇവരുടെ ഒക്കെ എന്താണ് മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ, പറയൂ ഇവർക്കൊന്നും ഉസൂൽ തിരിഞ്ഞില്ലേ? നിങ്ങളുടെ അന്നുക്കത്തിലെ ആ ദുർവ്യാഖ്യാനം അത് നിങ്ങളുടെ സക്കാഫികളുടെയും അഹ്സനിമാരുടെ അടുത്തേക്ക് പോയാൽ മതി, അത് ഞങ്ങളുടെ അടുത്തേക്ക് വേണ്ട. അപ്പോൾ ഞങ്ങൾ വ്യക്തമായി തന്നെ ചോദിക്കുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ എന്ന ആയത്തിൽ എവിടെയാണ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇസ്തിഗാസ നടത്താൻ ഇമാം മാവർദി അന്നുഖത്ത് വൽ ഉയൂൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിക്കുക. നിങ്ങളുടെ ഷർഹ് അത് അതിൽ പോക്കറ്റിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്ന് പറഞ്ഞപ്പോ താങ്കൾ വഫാത്തായി കഴിഞ്ഞാലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ്? ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോകണം എന്നാണ്. അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ എന്നല്ല. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം എന്താണ് വരൾച്ച ബാധിച്ചപ്പോൾ അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്നു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തന്നെ പറയുന്നു, അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നു, അന്ന് ജീവിച്ചിരിക്കുന്ന വലിയനെ കൊണ്ടാണ് തേടിയത്, അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടോ അല്ല തേടിയത്. ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറുപടി പറയണം. സുഹൈൽ സാഹിബിന് പീരങ്കിയാണെന്ന് ബോധ്യപ്പെട്ടു അല്ലേ? പിന്നെ നനഞ്ഞ പടക്കമാണെന്ന് പറഞ്ഞൊന്ന് ആശ്വസിക്കുകയാണ്. പീരങ്കിയാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ അല്ല് കേട്ടപ്പോ എല്ല് ഊരിയത് ഒന്നുകൂടെ ഇവിടെ വ്യക്തമായി. അൽ ഇവിടെ ഇസ്തിഗ്റാഖിനാണ്, ഉമൂമിനാണ്. ഉമൂമിനാകുമ്പോൾ അതിനെ ഉമൂമിന്റെ മേൽ തന്നെ ഹംല് ചെയ്യണം. അതിനെ തഖ്സീസാക്കാനല്ലേ തെളിവ് വേണ്ടത്? ബിൽ മുഅ്മിനീന എന്നുള്ളത് എല്ലാ മുഅ്മിനീങ്ങളും എന്ന് ഉണ്ടല്ലോ, അർത്ഥമായി വരുന്നുണ്ടല്ലോ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങൾക്കും ഔലയാണ്. ഇനി ഔലയുടെ അർത്ഥമല്ലേ എത്ര വട്ടം പറഞ്ഞു തന്നു? ഫീ ഖളാഇ ദുയൂനിഹിം വഇസ്ആഫിഹിം ഫീ നവാഇബിഹിം. ഇസ്ആഫിന്റെ അർത്ഥം ലുഗത്ത് എടുത്തു നോക്ക്, ഇഗാസതിഹിം, അവരെ സഹായിക്കുന്നതിൽ. ആരെ? ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ. ആ മുഅ്മിനീങ്ങൾ ആരാണ്? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മുഅ്മിനീങ്ങൾ മാത്രമാണോ? ബിൽ മുഅ്മിനീന എന്ന് മാത്രം, അല്ലെങ്കിൽ ബിൽ മുഅ്മിനീന ഫിർ റസൂൽ, അല്ലെങ്കിൽ ഫീഹി ഫിൻ നബി എന്നല്ലേ പറയേണ്ടത്? തഖ്സീസാക്കിയില്ലല്ലോ അല്ലാഹു തഖ്സീസാക്കാത്തത് നിങ്ങൾ തഖ്സീസാക്കുകയാണോ? ബിൽ മുഅ്മിനീന എന്ന് വളരെ വ്യക്തമായി ഉമൂമിന്റെ പദം കൊണ്ട് തന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ബിൽ മുഅ്മിനീന ഫീ സമനിഹി, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള മുഅ്മിനീങ്ങൾ എന്ന് അവിടെ പറഞ്ഞു. ഇനി മുജാഹിദുകൾ മുഅ്മിനീങ്ങളിൽ പെടില്ലേ? പറയണം നിങ്ങൾ. എന്താണ് ഈ കാലഘട്ടത്തിലുള്ള മുഅ്മിനീങ്ങളിൽ മുജാഹിദ് പെടില്ല എന്നുണ്ടോ? തുറന്നു പറയൂ. ബിൽ മുഅ്മിനീൻ, അല്ലാഹുവാണ് ഞങ്ങളെ നയിക്കുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു, എവിടെയാണ് മൻഹുരിമൽ ഉസൂൽ കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എവിടെയാണെന്ന് പറയണമെന്നറിയാതെ മൂപ്പർ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് യാതൊരു ബന്ധവുമില്ല. മൻഹുരിമൽ ഉസൂൽ എന്നുള്ളത് അദ്ദേഹം ഞാനൊന്ന് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു നോക്കി. ഇവിടെ യാതൊരു ബന്ധവുമില്ല. അപ്പോ വളരെ വ്യക്തവും കൃത്യവുമായി ഞങ്ങൾ പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. അൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഫീ സമനിഹി എന്നുണ്ടോ? ഇല്ല. അപ്പോ എല്ലാ മുഅ്മിനീങ്ങളും പെട്ടു. ഈ കാലഘട്ടത്തിലുള്ള മുജാഹിദുകളാകുന്ന നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ? എങ്കിൽ നിങ്ങൾ തുറന്നു പറയൂ. എന്നാൽ ആ മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹ് സഹായിക്കും. കിട്ടിയില്ലേ? കഴിഞ്ഞില്ലേ? അന്നുഖത്ത് വൽ ഉയൂനിൽ വളരെ വ്യക്തമായി ഇമാം മാവർദി പറഞ്ഞതിനെ കണ്ണടച്ചിരുട്ടാക്കാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇതിലുള്ള ഓരോ വാക്കുകളും നിങ്ങളെ കൊഞ്ഞനം കുത്തുന്നുണ്ട് മുജാഹിദുകളെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഹദീസിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളിലേക്ക് പറഞ്ഞയച്ചു എന്നാണ്. റസൂലുള്ള ഇല്ലെങ്കിൽ
റസൂലുള്ള ജീവിച്ചിരിപ്പില്ലെങ്കിൽ വഫാത്തിന് ശേഷം പിന്നെ ആരടുത്താ പോവേണ്ടത്? അത് അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോകണമെന്നാണ്. അപ്പോ എന്താണിപ്പോ അതൊന്ന് പിടുത്തം, ഭയങ്കര പിടുത്തമാണ്. അപ്പൊ അത് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകാൻ പാടില്ല, ഭയങ്കര പിടുത്തമാണല്ലോ അത്. എവിടെ ആ പദത്തിന് അർത്ഥം വയ്ക്കി? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണ്ടാന്നാ? റസൂലുള്ളാഹിന്റെ അടുത്ത് ചോദിക്കേണ്ടാന്നാ? അത് അവിടെ തന്നെ പറയണമെന്നുണ്ടോ? അത് ഇവിടെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആ പറഞ്ഞ ഹദീസ് ഞാൻ കൊണ്ടുവന്ന ആയത്തിന്റെ വിശദീകരണത്തിന് തഖ്സീസ് ആകുന്നില്ല മൗലവി, അതിന് മറുപടി ആകുന്നില്ല. മറുപടിയല്ല പറയേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഖുർആന്റെ ആയത്ത് ഓതിയുകൊണ്ട് കാര്യമുണ്ടോ? കുല്ലല്ലാഹു ഓതിയാ പോരെ? എന്താണ് വിഷയത്തിന് എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഇവിടെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ബിൽ മുഅ്മിനീന ഉമൂമാണ്, റസൂലുള്ളാഹിന്റെ കാലഘട്ടമാണെന്ന് അവിടെ തഖ്സീസാക്കിയില്ല. ആ മുഅ്മിനീങ്ങളെ എല്ലാം റസൂലുള്ളാഹ് സഹായിക്കും. അപ്പോ ഞങ്ങളെയും സഹായിക്കും, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള മുഅ്മിനീങ്ങളെയും സഹായിക്കും എന്ന് വളരെ വ്യക്തമായി തഫ്സീർ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, തഫ്സീറുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്ന ഹദീസിൽ റസൂലുള്ളാഹിനോട് ചോദിക്കേണ്ടതുണ്ടോ? അവിടെ തന്നെ റസൂലുള്ളാഹിനോട് ചോദിക്കണമെന്ന് പറയണമെന്നുണ്ടോ? വേറെ അടുത്ത് പറഞ്ഞാൽ പോരെ? ഒരു വിഷയം എല്ലാം അവിടെ തന്നെ പറയണമെന്നില്ല. അതെവിടുത്തെ ഉസൂലാ? നിങ്ങൾ മന്നൂരിമൽ ഉസൂലൊക്കെ പോയോ? പിന്നെ അതുകൊണ്ട് വളരെ കൃത്യമായി ഞങ്ങൾ ഇവിടെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ആധികാരികമായി നിങ്ങളെ ഞങ്ങൾ നേരിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിന് മറുപടി പറയണമെങ്കിൽ നിങ്ങൾ ആധികാരികമായി സമീപിക്കണം. അല്ലാതെ വെറുതെ സമയം കളയാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ വ്യക്തമായി ഞങ്ങൾ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആധികാരികമായി തെളിയിക്കൂ. ഓതിയ ആയത്തിലും നിങ്ങൾ തഫ്സീർ നൽകിയ ഇമാം മാവർദി തഫ്സീറിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഒന്നും തന്നെ നിങ്ങൾ അല്ലി വെച്ചാലും എല്ലി വെച്ചാലും ഇസ്തിദ്റാഖിന്റെ അല്ലായാലും എന്തായാലും തന്നെ അവിടെ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ചെയ്യാനില്ല. അതാണ് നിങ്ങൾ ചോദിച്ചു എവിടെ ഒന്ന് വായിക്ക്. നിങ്ങൾ വായിച്ച നുക്കത്തിലുമില്ല, ഒരു കുത്തിലുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ദീന് കേട്ട സഹാബികൾ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊണ്ടുവരുന്നു ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാ ബിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് എന്ന് തന്നെ വ്യക്തമായി തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അതാണ് പറഞ്ഞത് മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ ഉസൂൽ. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ചോദിക്കുന്നത് വ്യക്തമായി തന്നെ ഞങ്ങളുടെ സലഫ് സാലിഹീങ്ങളെ പണ്ഡിതന്മാർ നിങ്ങളുടെ ഖുബൂരി നേതാക്കന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏത് സഹാബിയാണോ ഇതേപോലെ മനസ്സിലാക്കിയത്, ഏത് താബിയാണോ ഇതേപോലെ മനസ്സിലാക്കിയത്, കൊണ്ടുവാ ഒരൊറ്റ പേര് നിങ്ങൾ കൊണ്ടുവരാം. ഈ ആയത്ത് മനസ്സിലാക്കിയിട്ട് അവർ പ്രവർത്തിച്ചെങ്കിൽ, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് തേടിയെങ്കിൽ കൊണ്ടുവരൂ. മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ വസൂൽ. ഉസൂലുകളൊക്കെ തിരിഞ്ഞതും മനസ്സിലാക്കിയതും അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതൊക്കെ സഹാബികളാണ്, സലഫുസ് സ്വാലിഹീങ്ങളാണ്. അവരിൽ ആരും തന്നെ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു കടവും ചോദിച്ചില്ല, ഒരു കുന്തവും ചോദിച്ചിട്ടില്ല. ഒരൊറ്റ വഫാത്തായ അമ്പിയാക്കളോട് ചോദിച്ചില്ല. മറിച്ച് വഫാത്തായ അമ്പിയാക്കളോട് ചോദിച്ച സമൂഹത്തെ അത് നിർത്തലാക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അതുകൊണ്ട് ചോദിക്കാനുള്ളത് കൊണ്ടുവാ, ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവാ. ഞങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളുടെ ഖുബൂരി നേതാക്കന്മാർ ചോദിച്ച അതേ ചോദ്യം തന്നെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്, ഖബറിന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചതെങ്കിൽ കൊണ്ടുവരൂ. നിങ്ങൾ കൊണ്ടുവന്ന മാവർദിയിൽ വഫാത്തിന് ശേഷം എന്നില്ല, വഫാത്തിന് ശേഷം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഹാസ ചെയ്യണം എന്ന് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ളത് ഈ ആയത്തിൽ അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ ആയത്തിൽ എവിടെയാണ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടാനുള്ള അതെങ്കിൽ അത് വായിക്ക്. ആയത്തിൽ വഫാത്ത് എന്നെവിടെ, ഇസ്തിഗാസ എന്നെവിടെ നിങ്ങൾ കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇമാം മാവർദിയുടെ തഫ്സീൽ എവിടെയാണ്? മാവർദിയുടെ തഫ്സീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇസ്തിഗാസ ചെയ്യാമെങ്കിൽ അത് നിങ്ങൾ അല്ലും എല്ലും കൊണ്ടൊന്നും ആവശ്യമില്ല, വ്യക്തമായി തന്നെ നിങ്ങൾ തെളിയിക്കണം. നിങ്ങളുടെ പോക്കറ്റുള്ള തഫ്സീർ അത് ഞങ്ങൾക്ക് വേണ്ട. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്?
നബി സല്ലല്ലാഹു അലൈഹി അടുത്തേക്കാണ് വന്നത് അല്ലെ. എന്നിട്ടോ വഫാത്തായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞത്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നീ അബൂബക്കറിന്റെ അടുത്ത് പോകുന്നത്. അതുപോലെ അനസ് റളിയല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി ശേഷം ഞങ്ങൾ അന്ന് അബ്ബാസ് മുത്തലിബിനെ കൊണ്ട് തേടി എന്ന് പറയുന്നു. എന്റെ ഇവർക്കൊന്നും അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ തെളിഞ്ഞില്ലേ? അത് നിങ്ങൾ മറുപടി പറ. സുഹൈൽ സാഹിബേ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ലോകപ്പെടലാണല്ലോ പെട്ടത്. ഞങ്ങളുടെ ഏകപക്ഷീയമായ ശക്തമായ ആക്രമണമാണ് കേട്ടോ. നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. അല്ല് ഇസ്തിഗ്റാക്കിനുള്ള അല്ലിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞെന്താ? ഭയങ്കര വിവരം. അല്ല് ഇസ്തിഗ്റാക്കിനാണെന്ന്. എന്നെ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലല്ലേ ഹബീബേ. അല്ല ഇസ്തിദ്റാഖ് എന്നൊന്നും മനസ്സിലായില്ല, ഇസ്തിഗ്റാഖ് എന്നൊന്നും മനസ്സിലായില്ല. ഇതാണോ മന്നൂരിമൽ ഉസൂലിന്റെ ആള്? നല്ല ചേലായി. പിന്നെ റസൂലുള്ളാന്റെ കാലത്തുള്ളതാണെന്നാണ് അയാൾ പറഞ്ഞത്. കട്ട് വായിച്ചില്ലേ? ഞങ്ങളുടെ മുന്നിൽ അത് വില പോകില്ല. സുഹൈൽ സാഹിബ് എന്താണ് ഈ പറയുന്നത്? ഫീ അഹദി. എന്ത് വായനയാണ് സുഹൈൽ സാഹിബേ? ഞാൻ പഠിച്ചിട്ട് ഇനി അലിഫ് ബാഗുന്നതിൽ പഠിപ്പിച്ചിരുന്നോ? മഖ്റജുകളൊക്കെ പഠിപ്പിച്ചിരുന്നോ? ഫി അഹ്ദി എന്ന് വായിക്ക്. ഫി അഹ്ദി റസൂലില്ലാ എന്ന് വായിക്ക് ഹബീബെ. ആദ്യം വായന പഠിപ്പിച്ചുതരാം. പിന്നെ ഫി അഹദി എന്നുള്ള ജാർ മജ്റൂർ അല്ലേ? ജാർ മജ്റൂറിനൊരു മുതഅല്ലഖ് ഉണ്ടാവൂലേ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ എന്ത് ഒരു ബന്ധം വേണ്ടേ? ഒരു മുതഅല്ലഖ് വേണ്ടേ? ആ മുതഅല്ലഖ് എവിടെ? അത് പറയൂ. കട്ട് വായിച്ചില്ല നിങ്ങൾ. അതിനു മുമ്പുള്ള അതിന്റെ മുതഅല്ലഖ് എവിടെ? നിങ്ങളുടെ പണി തന്നെ, നിങ്ങളുടെ ആദർശം നിങ്ങൾ ഇവിടെ ഇതാ തുറന്നു കാണിച്ചിരിക്കുകയാണ്. കട്ടും മുറിച്ചും പറയുന്ന നിങ്ങളുടെ ആദർശം ഞങ്ങളിവിടെ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. ഫീ അഹ്ദി. പിന്നെ അതന്നബിയ അതാബിഹിൻ നബിയ. എന്ത് വായനയാണത്? വായിക്കേണ്ടതെങ്ങനെയെന്ന് പോലും അറിയില്ല പാവത്തിന്. ഇതാണോ മൻഹുരിമൽ ഉസൂൽ? ഫീ അഹ്ദി എന്ന സ്ഥലത്ത് ഫീ അഹ്ദി എന്ന് തെറ്റി വായിച്ചു. മറ്റൊന്ന് ഫീ അഹ്ദി എന്നതിന്റെ മുതഅല്ലഖ് ഇവിടെ പറഞ്ഞില്ല. മുതഅല്ലഖ് പറയാതെയാണോ വിഷയം പറയുന്നത്? കട്ട് വായിച്ചില്ലേ? നിങ്ങളെ കൈയോടെ കൂടെ പിടികൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഏകപക്ഷീയമായ ശക്തമായ ആക്രമണം ഞങ്ങളുടെ പീരങ്കി ഉണ്ടകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സുഹൈൽ യൂസുഫ് സാഹിബ് വിയർക്കുകയാണ് ഇവിടെ. ഞങ്ങൾ ചോദിക്കുന്നു, ഫീ അഹ്ദി എവിടെ മുതഅല്ലഖ്? പിന്നെ അത്തന്നബിയ. എന്ത് വായനയാണത് നിങ്ങൾ വായിച്ചത്? ആ വായന ശരിയാണോ? ധൈര്യമുണ്ടോ ഞാൻ വായിച്ചത് ശരിയാണെന്ന് പറയാൻ? നിങ്ങൾ പറയൂ. പിന്നെ ഫീ അഹ്ദി വിട്ടിട്ടില്ല. മറ്റൊന്ന് നിങ്ങൾ പറയേണ്ടത് ഔലാ ബിൽ മുഅ്മിനീൻ. ഞങ്ങളുടെ ഖുർആൻ അല്ലാഹു തആല ഞങ്ങളുടെ ഇലാഹ് ഞങ്ങളോട് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഔലയാണ്. മുഅ്മിനീങ്ങൾ ആരാണ്? ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്. ഈ കാലഘട്ടത്തിലുള്ള മുജാഹിദുകൾ മുഅ്മിനീങ്ങളല്ലേ? എല്ലാ മുഅ്മിനീങ്ങളോടും ഔലയാകുമ്പോൾ മുഅ്മിനീങ്ങളായ ഞങ്ങൾക്ക് റസൂലുള്ള ഔലയാണ്. ഔല എന്ന് പറഞ്ഞാൽ ഇസ്ആഫിഹിം ഫീ നവാഇബിഹിം. തൊട്ടോ സുഹൈലേ? ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വട്ടം പറഞ്ഞു, ലുഗത്ത് പഠിക്ക്. റസൂലുള്ള സഹായിക്കും. ആരെ? ബിൽ മുഅ്മിനീന. മുഅ്മിനീങ്ങൾ ആരാണ്? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മാത്രമാണോ മുഅ്മിനീങ്ങൾ ഉണ്ടാവുക? ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കുമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ നിന്ന് വളരെ വ്യക്തമായി സ്ഥിരപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയുന്നില്ല. അവിടെ ഇസ്തിഗാസയുണ്ടോ എന്ന് ചോദിച്ച് സമയം കളയുന്നു. ഇസ്ആഫിന്റെ അർത്ഥം ഒന്ന് പഠിക്കൂ. ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ ഇഗാസതിഹിം ഫീ നവാഇബിഹിം. പഠിക്കു സുഹൈലേ. പഠിക്കാതെയാണോ ഇവിടെ വരുന്നത്? പിന്നെ താങ്കൾ വായിച്ചത് എന്ന് വായിച്ചത് ശരിയാണെന്ന് പറയാൻ ആണത്വമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഉസ്താദ് ഞങ്ങൾ പഠിക്കണമല്ലേ? ഈ നിങ്ങൾ പഠിച്ചതിന്റെ കോല ഇപ്പൊ മനസ്സിലായല്ലോ. എന്തോ ഇസ്തിദ്റാഖ് അല്ല ഇസ്തിദ്റാഖ്. ഈ കോലത്തിലൊക്കെ പഠിച്ച മുജാഹിദേ ആവുള്ളൂ, അതിനപ്പുറവും ആവും. പിന്നെ ഫീ അഹദിന്റെ മുതഅല്ലഖ് വായിക്കാതെയാണോ വിഷയം പറയുന്നത്? മുതഅല്ലഖ് വായിക്ക്. കട്ട് വച്ചില്ലേ നിങ്ങൾ?
നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ ഇവിടെയും കാണിച്ചില്ലേ? എല്ലായിടത്തും കാണിക്കുന്ന കക്കൽ സ്വഭാവം ഇവിടെയും നിങ്ങൾ കാണിച്ചു. നിങ്ങളുടെ കുലത്തൊഴിൽ നിങ്ങൾ ഇവിടെയും കാണിച്ചു. വിടില്ല. ഈ 3 കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കുന്നു. ഞാൻ കട്ട് വായിച്ചു എന്നാണ് ഇപ്പൊ മുസ്ലിയാർ പറയുന്നത് അല്ലെ? എങ്കിൽ എന്റെ അടുത്ത ചോദ്യം തന്നെ അതന്നെയാണ്. എന്റെ അടുത്ത ചോദ്യം, ഞാൻ കട്ട് വായിച്ച് ഇന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതും ഞങ്ങൾക്ക് എതിരമായിട്ടുള്ളത് എന്താണ് മുസ്ലിയാരെ? അത് കാണിച്ചു തരും. ഞാൻ വ്യക്തമായി തന്നെ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതും ഞങ്ങൾക്ക് എതിരുമായിട്ടുള്ളത് വ്യക്തമായി തന്നെ ഞാൻ വായിച്ച കട്ടത് എന്താണുള്ളത് നിങ്ങൾ തെളിയിക്കുക. അടുത്ത ചോദ്യം തന്നെ അതാണ്. അതിൽ നിന്ന് വിടണില്ല. നിങ്ങൾ കുറെ സംവാദത്തിൽ പറയും ഞങ്ങൾ കട്ടു മുറിച്ചു വഴിച്ചു നിങ്ങൾ ആരോപിക്കാറുണ്ട്. എങ്കിൽ നിന്റെ ചോദ്യം തന്നെ അതാണ്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് അത് അനുകൂലമായിരുന്നെങ്കിൽ തെളിയിക്ക്. ഈ ജനങ്ങളെ ഈ 100ഓളം ആൾക്കാരുണ്ടല്ലോ അവരെ മുന്നിൽ തെളിയിക്ക്. സുഹൈൽ കട്ട അവിടെ വഫാത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ചെയ്യുന്ന ഭാഗമാണ് സുഹൈൽ കട്ടതെങ്കിൽ കാണിക്ക്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളെ വായിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തെളിയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടമാണ് ആ സംഭവം ഉണ്ടായതെന്ന് ഞങ്ങൾ തെളിയിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിന്റെ അടുത്ത ചോദ്യം, അൽഹംദുലില്ലാഹ് നിങ്ങൾ അങ്ങനെ തന്നെ പറയണം. ഞങ്ങൾ കട്ടു എന്നല്ല പറഞ്ഞ് നിങ്ങളെ വായിക്കൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു, എന്ത്? ഞാൻ അവിടെ കട്ട ഭാഗം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണെങ്കിൽ വായിച്ചിട്ട് ജനങ്ങൾക്ക് അതിന്റെ സ്ഥാപിക്കും. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണെന്നറിയോ? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടമോ കടമല്ലാതെ ചോദിച്ചെന്ന് ചോദിച്ചു. ഫസ്കുർ ലനാ അൻ റജുലിൻ വാഹിദിൻ മിനസ് സഹാബ. പറയൂ, എന്റെ സഹാബികളുടെ പേര് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലേ? പറ. എല്ലാ സഹാബികൾ മൊത്തം ഇസ്തിഗാസ ചെയ്തു എന്ന് പറയുന്ന ആളുകളൊക്കെ ഒരു സഹാബിയുടെ പേര് പോലും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് കുറെ അല്ലും എല്ലും പിന്നെ മുത്താലുക്കായിട്ട് കിടക്കാണ്. അതുകൊണ്ടൊന്നും എന്ത് ഇല്ല, അതുകൊണ്ടൊന്നും ഇസ്തിഗാസ സഹാബികൾ ചെയ്തു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല കൽപ്പിച്ചു വന്നു. അതൊന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ചോദിക്കുന്നു, ഫസ്കുർ ലനാ അൻ റജുലിൻ വാഹിദിൻ മിനസ് സഹാബ. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ, നിങ്ങൾ പോലെ നിങ്ങൾ ആ രീതിയിൽ അത് സത്യമാണെങ്കിൽ കൊണ്ടുവരൂ. ഞങ്ങളുടെ മുന്നിൽ ഒരൊറ്റ സഹാബിയുടെ പേര് കൊണ്ടുവരൂ. ഒരൊറ്റ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി കടമോ അതല്ലാതെ എന്തെങ്കിലും സഹായം ചോദിച്ചതെങ്കിൽ അത് കൊണ്ടുവരണം. അതല്ലാതെ കുറെ ചിരിച്ചുകൊണ്ടും കുറെ കളിച്ചുകൊണ്ടും കുറെ പീരങ്കിയും കുറെ പൊട്ടാത്ത പെടക്ക വെച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുസ്ലിയാരെ. അതുകൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, കൊണ്ടുവരൂ ഞങ്ങളുടെ മുന്നിൽ, കൊണ്ടുവരൂ ഞങ്ങളുടെ മുന്നിൽ ഒരൊറ്റ സഹാബിയുടെ പേര് കൊണ്ടുവരൂ. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വഫാത്തിന് ശേഷം വിളിച്ചു തേടി സഹാബിയുടെ പേര് ഉദ്ധരിക്കൂ ഞങ്ങളുടെ മുന്നിൽ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ മുജാഹിദ് മൗലവിമാർ കട്ടു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഏത്തമിടിയിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുന്നത് കട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ അത് പ്രതികൂലമാണോ അനുകൂലമാണോ എന്നുള്ളതാണ്. നിങ്ങളത് വായിച്ചർത്ഥം വെക്ക്. ധൈര്യമുണ്ടോ? അത് വായിച്ചർത്ഥം വെക്ക്. ഇനി അർത്ഥം അറിയില്ലെങ്കിൽ പറ, ഞങ്ങൾ വായിച്ചർത്ഥം വെച്ച് പ്രതികൂലമാണോ അനുകൂലമാണോ എന്ന് തെളിയിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ടതാണെന്നിവിടെ മുഅ്മിനീങ്ങൾക്ക് മുമ്പിൽ 100ൽ പരം ആൾക്കാർ ഇവിടെയുണ്ട്. അവിടെ അതിലുള്ള മുഅ്മിനീങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ കാണുന്നില്ല, ഇസ്തിദ്റാക്ക് പിന്നെ കാണുന്നില്ല, അഹദ് പിന്നെ കാണുന്നില്ല. എന്താണ് സുഹൈലേ? പിന്നെ എനിക്ക് ചിരിക്കാൻ വയ്യ സുഹൃത്തെ, ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. കട്ടത് നിങ്ങൾ വായിച്ചിട്ട് അതങ്ങ് വായിച്ചിട്ട് അർത്ഥം പറയും. അർത്ഥം പറയുമ്പോ അത് പ്രതികൂലമാണോ അനുകൂലമാണെന്നാണ് തെളിയും. നിങ്ങൾ കക്കുക, ഞങ്ങൾ വായിക്കുക. എന്താണ് കോലം? നിങ്ങൾ കട്ടത് നിങ്ങൾക്ക് പ്രതികൂലമാണോന്നല്ലേ നിങ്ങൾ പറയുന്നത്, പ്രതികൂലമല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്. വായിച്ചർത്ഥം വയ്ക്ക്, അപ്പൊ അങ്ങ് മനസ്സിലാകും. അതാ വിട്ടിട്ടില്ല, പിന്നെ ഇസ്തിദ്റാക്ക് വിട്ടിട്ടില്ല, അതിനൊന്നും തൊടുന്നില്ല. പിന്നെ അവരുടെയൊക്കെ ഉസ്താദ്മാർ വലിയ വലിയ ആൾക്കാരാണല്ലോ, അതുകൊണ്ടാണ് അത്താന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ല് ഊരിപ്പോയപ്പോ ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞത്. നല്ല കോലായി. പിന്നെ അവസാനത്ത് ആനത്തലയോളം വലിപ്പമുള്ള ചോദ്യമാണ്,
സ്വഹാബികൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? സുഹൃത്തെ, നമ്മുടെ വ്യവസ്ഥയൊന്ന് നോക്കിയിട്ട് വരണ്ടേ? സുഹൈലെ, എന്താണിത്? പീരങ്കിയുണ്ടയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? വഫാത്തായ മുത്തുനബിയോട് ഇസ്തിഗാസ നടത്തൽ നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണത്, ശിർക്കല്ല. ഇതാണ് നമ്മുടെ വ്യവസ്ഥ. വ്യവസ്ഥയിൽ നബിതങ്ങളോടുള്ള ഇസ്തിഗാസ പ്രമാണബദ്ധമായി ശിർക്കാണോ അല്ലയോ? അത് ജവാസിലാണ് ചർച്ച, വുഖൂഇലല്ല. അങ്ങനെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്തുകൾ ചെയ്തിട്ടുണ്ടോ? താബിഈകൾ ചെയ്തിട്ടുണ്ടോ? അവർ ചെയ്തിട്ടുണ്ടോ? ഇവർ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിട്ടില്ല. കിതാബൊക്കെ ഒന്ന് നോക്കുന്നതിന് മുമ്പ് വ്യവസ്ഥയെങ്കിലും ഒന്ന് നോക്കിയിട്ട് വരണ്ടേ സുഹൈലേ? അതുകൊണ്ട് വ്യവസ്ഥയിൽ വളരെ വ്യക്തമായി നമ്മൾ എഴുതിയത്, വഫാത്തായ നബിയോട് ഇസ്തിഗാസ നടത്തൽ അത് ശിർക്കാണോ അല്ലയോ? ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? അത് നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിട്ടില്ല. വ്യവസ്ഥാപിതമായി ചർച്ച ചെയ്യാൻ സുഹൈലിന് കഴിയില്ല എന്ന് സുഹൈൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സുഹൈൽ യൂസുഫെ, സ്വഹാബത്തുകൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പക്ഷേ നമ്മൾ ഉസൂല് വിടാൻ പാടില്ല, നമ്മുടെ വ്യവസ്ഥ വിടാൻ പാടില്ല. വ്യവസ്ഥ എന്താണ്? ജവാസിലാണ്, വുഖൂഇലല്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്ത് ജവാസ്, എന്ത് വുഖൂഅ്? പിന്നെ അദ്ദേഹം രണ്ടാമത്തെ ചോദ്യം, എന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്, എന്താ ഫീ അഹ്ദി എന്നതിന്റെ മുത്തഅല്ലക്ക് ഞാൻ കട്ടതാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? ഇത് വ്യവസ്ഥയായിട്ട് എന്താ ബന്ധം? അതിൽ വഫാത്തായ നബിയുണ്ടോ? ഇസ്തിഗാസയുണ്ടോ? ശിർക്കുണ്ടോ? നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ശിരസ് നമിച്ചിരിക്കുന്നു, നിങ്ങൾ തലകുനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഔലയാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. വഇസ്ആഫിഹിം ഫീ നവാഇബിഹിം, പ്രയാസഘട്ടങ്ങളിൽ നബിതങ്ങൾ സഹായിക്കും മുഅ്മിനീങ്ങളെ. ത്വാഹ റസൂലുള്ളാഹ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഖുർആൻ, ഞങ്ങളെ സഹായിക്കുമെന്ന് തഫ്സീർ. റസൂലുള്ളാഹിന്റെ കാലഘട്ടം മാത്രമല്ല, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ മുഅ്മിനീങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയില്ല. നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. സുഹൈൽ സാഹിബെ, അതാബിഹി തൊട്ടോ? അതാബിഹി എന്ന് വായിച്ചത് ശരിയാണ് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ ഉസ്താദുമാറ്റത്ത് പഠിച്ചതല്ലേ? അത എന്ന് വായിച്ച എന്റെ വായന ശരിയാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ സുഹൈലേ? ഒന്ന് പറ, എന്താണ്? അതൊന്നും ഇപ്പൊ ചോദ്യമുണ്ടല്ലേ, ഞാൻ വായിച്ചതിൽ കട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതാബിഹി എന്നുള്ളത് തെറ്റ് എന്നല്ല പറഞ്ഞ. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ പറ, ആ ഭാഗം വായിച്ച് അതിൽ തെറ്റ് പറ. എന്നിട്ട് ഞാൻ കട്ടുവെച്ച ഭാഗം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് മുഴുവൻ, ആ മണ്ണാങ്കട്ട മുഴുവൻ നിങ്ങൾ വായിച്ചിട്ട് പറ. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി തേടാനുള്ള കാര്യമാണ്, അത് സുഹൈൽ യൂസുഫ് കട്ട് വായിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ മുഴുവൻ നിങ്ങൾ വായിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കുക. അതല്ലാതെ കുറെ ചിരിച്ചിട്ടും അതുപോലെ തന്നെ അത് പറഞ്ഞിട്ടും കുറെ മിമിക്രി കളിച്ചിട്ടും ഒന്നും കാര്യമില്ല. കൊണ്ടുവരൂ. എന്റെ ചോദ്യം തന്നെ അതാണ്, എന്റെ ചോദ്യം തന്നെ അതാണ്. ഞാൻ വായിച്ചത്, ഞാൻ കട്ടുവെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായി വായിച്ചിട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യമാണ് ഞാൻ കട്ടത്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രതികൂലമായ കാര്യമാണ് ഞാൻ കട്ടത് എന്ന് നിങ്ങൾ തെളിയിക്കണം. എന്റെ ചോദ്യമാണ്, നിങ്ങളുടെ ഉത്തരമാണ്. നിങ്ങൾ ഉത്തരമുണ്ടോ അതോ ചിരിക്കാനാണോ നിങ്ങൾ ജനിച്ചതെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കുറെ ചിരിച്ചുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സമയം കളയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷെ ഇവിടെ എന്റെ ചോദ്യാവസരമാണ്. എന്നെ പറ്റി ആരോപിച്ചു നിങ്ങൾ, പറയൂ. ഫാതാബിഹി എന്ന് പറയുന്ന ആ കാര്യത്തിൽ എന്താണ് തെറ്റ്? എന്താണ് അവിടുത്തെ തെറ്റ്? അത് മുഴുവൻ വായിച്ചിട്ട് തന്നെ എന്താണ് സുഹൈൽ യൂസുഫ് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ കട്ടതെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരണം. പിന്നെ ഖുർത്തുബി ഇവിടെ മുക്കി. എന്താണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നറിയോ? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നു, എന്താണ് ഒരു ഇമാമിന്റെ മേൽ വാജിബാണ്. എന്ത് വാജിബാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന് വാജിബാണ് എന്ന കാര്യം ഇവിടെ ഞാൻ കടക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ. ഇത് ഈ അവസരം വരെ കടന്നിട്ടില്ല, കടക്കാനും സാധ്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി
കൽപ്പിച്ചത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനം, നിങ്ങൾ ഇമാം മാവദി റഹ്മത്തുള്ളാഹിയിൽ നടത്തിയ ദുർവ്യാഖ്യാനം പോലെയല്ല. വ്യക്തമായി തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നു. എന്താ പറയുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി സുന്നത്ത് പിന്തുടർന്നുകൊണ്ട് ഇമാമിന്റെ മേൽ അത് നിർബന്ധമാണ് ആ കടം വീട്ടൽ പാവങ്ങളുടെ. പിന്നെ ഇമാം മാവദി റഹ്മത്തുള്ളാഹി വളരെ കഷ്ടപ്പെട്ട ഒരു തഫ്സീർ ചെയ്തിന്. നിങ്ങളുടെ പോലെ ഭീമാ പള്ളി അതിന്റെ ഒരു തഫ്സീർ ഇതിന് ആവശ്യമില്ല. അതാ ഭീമാ പള്ളിക്കാർ തലയെ കൊണ്ട് കിട്ടാ മതി. ഞങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ ആവശ്യമില്ല. ഇമാം മാവദി റഹ്മത്തുള്ളാഹി വഫാത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് തേടാനുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് പറ, അത് വായിച്ചിട്ട് നിങ്ങൾ തെളിയിക്കണം. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിങ്ങളുടെ പോക്കറ്റിലെ കാര്യം അതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ ചെയ്തു എന്നതിൽ എന്തില്ല, ഇവിടെ വിഷയത്തിലില്ല എന്നാണ് ഇവിടെ നമ്മളുടെ സഹോദരൻ പറഞ്ഞത്. എന്നാൽ പറയുന്നു മൻ ഹുരിമൽ ഉസൂൽ ഹുരിമൽ വുസൂൽ. സഹാബികൾ മൊത്തത്തിൽ ചെയ്യാത്തൊരു കാര്യം അത് ബിദ്അത്താണ്, അത് സ്ഥിരപ്പെടാത്ത കാര്യമാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു വഅമ്മ അഹ്ലുസ് സുന്നത്തി, അഹ്ലുസ് സുന്നത്തിന്റെ ആ വിഷയത്തിൽ എന്താണ് ഫയഖൂലൂന ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ലം യസ്ബുത് അനിസ് സഹാബത്തി ഹുവ ബിദ്അത്തുൻ. അഥവാ സഹാബികളുടെ പ്രവർത്തനത്തിലോ സഹാബികളുടെ വാക്കിലോ സ്ഥിരപ്പെടാത്ത ഒരു കാര്യം അത് ബിദ്അത്താണ്, ശരീഅത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ, നിങ്ങൾക്ക് പേര് ഉദ്ധരിക്കാൻ കഴിയുമോ? നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ അവിടെ അതുപോലെ ഉമ്മു കുൽസും അതുപോലെ ഒരു പട്ടിക തന്നെ വായിക്കാമെന്ന് നിങ്ങൾ ആസ്തി പറഞ്ഞല്ലോ. എവിടെ പട്ടിക പോയിട്ട് ഒരു പട്ടി പോയ പോലെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല, മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് പറയാനുള്ളത് ഈ പീരങ്കി എന്നല്ല നനഞ്ഞ ഓരോപ്പടക്കമാണ്. അത് അവിടെ ഭീമാപ്പള്ളിയിലത്തെ കുട്ടികളെ കൊണ്ട് കൽപ്പിക്കാന്നല്ലാതെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കൊന്നുന്നില്ല, നടക്കില്ല. അതുകൊണ്ട് പറയാനുള്ള എന്റെ ഒന്നാമത്തെ ചോദ്യം, ഞാൻ കട്ടുവെച്ചു നിങ്ങൾ ആരോപിച്ചു, വായിക്ക് അതാബിയിൽ തെറ്റ് പറ, എന്നിട്ട് വായിക്ക് എല്ലാം മണ്ണാങ്കട്ടി എടുത്തിട്ട് കൊണ്ട് പറയും നിങ്ങൾക്ക് അനുകൂലം ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ തെളിയിക്കുക. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇമാം മാവദിയുടെ തഫ്സീൽ എവിടെയാണ് വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടാനുള്ള തെളിവുണ്ടെങ്കിൽ അത് വായിച്ചു പറയാം. മൂന്നാമത്തത്, ഈ ആയത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് സഹാബികൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സഹായം ചോദിച്ചെങ്കിൽ കൊണ്ടുവരൂ. അതേ തഖിയുദ്ദീൻ സുബ്കിക്ക് മുട്ടുകുത്തിച്ച ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അതേ വാക്കുകൾ തന്നെ തെളിയിക്കാൻ കഴിയുമോ? തെളിയിക്കാൻ കഴിയുമില്ല. ഒരൊറ്റ സഹാബിയുടെ പേര് പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. ഞങ്ങളുടെ ഏകപക്ഷീയമായ ആക്രമണം നിങ്ങളുടെ ഇനി ഉറക്കം കെടുത്തുന്ന രാവുകളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കട്ട വിഷയം പറഞ്ഞിട്ട് അയാള് കട്ട് എന്ന് അദ്ദേഹം കട്ട് എന്ന് സമ്മതിക്കുന്നു. അത് ഇനി കട്ടത് ഞങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പറയണം. ഹബീബേ, നിങ്ങൾ കട്ടത് ഞാനാണോ തെളിയിക്കേണ്ടത്? നിങ്ങൾ കട്ട വിഷയം നിങ്ങളല്ലേ പറയേണ്ടത്. നിങ്ങൾ കട്ടതാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമുള്ളത് തന്നെയാണ്, ഞങ്ങൾക്ക് അനുകൂലമുള്ളത് കൊണ്ട് കട്ടതല്ല കട്ടതാണ് എന്നല്ലേ നിങ്ങളല്ലേ പറയേണ്ടത്. ഇത്രയും സമയം നിങ്ങൾക്കുണ്ടായിട്ടും ഈ സമയം മുഴുവനും നിങ്ങൾ പാഴാക്കിയില്ലേ? എവിടെയെങ്കിലും പറഞ്ഞോ? പിന്നെ കട്ട വിഷയം മറ്റേ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ ഒന്നാമത്തെ ചോദ്യം എന്താണ്, എത്രാമത്തെ ചോദ്യമാണെന്ന് പോലും മൂപ്പര് മറന്നു. എത്രാമത്തെ ചോദ്യം? ഞാൻ ആദ്യം ഖുർആനാ ചോദിച്ചേ, ഇപ്പൊ ഇതിനെ പറ്റി പറഞ്ഞ എന്റെ ഒന്നാമത്തെ ചോദ്യം ഒന്ന്. പിന്നെ രണ്ടാമത്തെ ചോദ്യം വേറെ ചോദ്യം. അദ്ദേഹത്തിന്റെ പരിസരബോധം തന്നെ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുജാഹിദുകളെന്ന ചീട്ടുകൊട്ടാരം ഞങ്ങളുടെ തെളിവുകളുടെ കൊടുങ്കാറ്റിൽ മുന്നിൽ ഇതാ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഞങ്ങളുടെ വിഷയങ്ങൾ തൊടാൻ കഴിഞ്ഞോ? നിങ്ങളത് വായിക്കാതിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അനുകൂലമായത് കൊണ്ടെന്നല്ലേ തോന്നിക്കുന്നത്. നിങ്ങൾ കട്ടത് തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായ, ഞങ്ങൾക്ക് അനുകൂലവും നിങ്ങൾക്ക് പ്രതികൂലമായതുകൊണ്ടല്ലേ നിങ്ങൾ കട്ടത് തന്നെ. എങ്കിൽ നിങ്ങൾ കട്ട നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ തെളിയിക്കേണ്ടതല്ലേ. ഈ അവസരങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളത് പാഴാക്കി കളഞ്ഞു. പിന്നെ അതാബിഹി അതാബിഹി തന്നെയാണ് ഈ ഹബീബ് വായിക്കുന്നത്. എന്താണ് സുഹൃത്തെ ഇങ്ങനെ? അതാബിഹി എന്നല്ല, അത് അങ്ങനെ അർത്ഥം വെച്ചാൽ എന്താ ആവുക? അതാബിഹി കൊണ്ടുവന്നു. ആരാ കൊണ്ടുവന്നത്? ആരെ കൊണ്ടുവന്ന ആളെ കാണാനില്ല.
നബിയാ കൊണ്ടുവന്നത്? അങ്ങനെയല്ല, പഠിച്ചു വെച്ചോ. ഉത്തിയ ബിഹിൻ നബിയ്യ, ആ മയ്യത്തിനെ റസൂലുള്ളാന്റെ അരികിൽ കൊണ്ടുവരപ്പെടും എന്നാണ്. ഇതൊന്നും അറിയാതെയാണോ മൻഹുരിമൽ ഉസൂലൊക്കെ പറയുന്നത്? പിന്നെ സ്വഹാബത്തുകൾ ചെയ്തത്, ഞങ്ങളുടെ വിഷയം വ്യവസ്ഥ ഒന്ന് നിങ്ങൾ വായിക്കൂ. വ്യവസ്ഥയിൽ എന്താണ്? പ്രമാണബദ്ധമാണോ അല്ലയോ എന്നുള്ളതാണ്. സ്വഹാബത്തുകൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രമാണം നമ്മളുടെ വ്യവസ്ഥയിലില്ല. വ്യവസ്ഥാപിതമായിട്ടല്ലേ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ വ്യവസ്ഥ ജവാസിലാണ്, വുഖൂഇലല്ല. നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് ശിർക്കല്ല. അല്ലാതെ സ്വഹാബത്തുകൾ ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല. വുഖൂഇൽ നമുക്ക് ചർച്ചയില്ല. നമ്മുടെ ചർച്ച ജവാസാണ്, നമ്മുടെ ചർച്ച വുഖൂ അല്ല. സ്വഹാബത്തുകൾ ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല. അതുകൊണ്ട് സ്വഹാബത്തുകൾ ചെയ്തില്ല എന്നുള്ള കണ്ടുപിടുത്തം ഉണ്ടല്ലോ, നിങ്ങളുടെ കണ്ടുപിടുത്തം വല്ലാത്ത കണ്ടുപിടുത്തമാണ്. നിങ്ങൾ റസൂലുള്ളാന്റെ അടുക്കൽ ഒരു പെണ്ണ് പോയി, അപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പറഞ്ഞയച്ചു, അപ്പൊ റസൂലുള്ളാന്റെ പോവണ്ടാന്ന് കിട്ടി. എന്ത് വലിയ കണ്ടുപിടുത്തമാണ് നിങ്ങളുടെ. അതുപോലെ നിങ്ങൾ ഇവിടെയും കൊണ്ടുപിടിച്ചിരിക്കുകയാണ്. സ്വഹാബത്തുകൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളതല്ല നമ്മുടെ വ്യവസ്ഥയിലുള്ള ചർച്ച എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തുകൾ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ. ഇങ്ങനെയാണ് നിങ്ങൾ എല്ലായിടത്തും മനസ്സിലാക്കിയത്. നിങ്ങളുടെ അബദ്ധമാണിത്. നിങ്ങളുടെ ഈ മനസ്സിലാക്കലാണ് നിങ്ങളെ ഈ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത്. അതുകൊണ്ട് വ്യവസ്ഥാപിതമായി ഞങ്ങളുടെ ആക്രമണം നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നുകൂടെ പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഔലയാണ്. ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. അപ്പോൾ റസൂൽ ഞങ്ങൾക്കും ഔലയാണ്. ഔല എന്ന് പറഞ്ഞാൽ എന്താണ്? വൈസ്ആഫിഹിം ഫീ നവാഇബിഹിം. ആ മുഅ്മിനീങ്ങൾ ആരാണ്? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ളതും അല്ലാത്തവരുമായ മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി സഹായിക്കുമെന്നാണ് ഈ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് മനസ്സിലാകുന്നത്. ഇമാം മാവർദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, നിങ്ങൾക്കത് തൊടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അതിനുശേഷം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നിങ്ങൾ കേട്ടോ, ഇന്നാ പിടിച്ചോ. മാവർദി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ നിന്ന് വളരെ വ്യക്തമായി പറഞ്ഞതിനെ ദുർവ്യാഖ്യാനമെന്ന് പറഞ്ഞ് സമാധാനിക്കുകയല്ലാതെ അത് ആധികാരികമായി നേരിടാൻ, ആധികാരികമായി തെളിയിക്കാൻ ഇത്രയും സമയം കിട്ടിയിട്ടും സുഹൈൽ യൂസുഫിന് സാധിച്ചിട്ടില്ല. ദയനീയമായി ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് സുഹൈലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഒരു ഹദീസ് ഇതാ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മാമിൻ മുഅ്മിനിൻ ഇല്ലാ അന ഔലൻ നാസി ബിഹി ഫിദ് ദുനിയാ വൽ ആഖിറ മാ മിൻ മുഅ്മിനിൻ ഇഖ്റഊ ഇൻ ശിഅ്തും അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ എന്ന ആയത്ത് റസൂലുള്ളാഹി ഓതി തന്നിട്ടാണ് പറയുന്നത്. മാ മിൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനുമല്ല, ലോകത്തുള്ള ഏത് മുഅ്മിനായാലും നഫീന്റെ സിയാഖിൽ വരുന്ന നകിറ അത് ഉമൂമിനെ കുറിക്കും, എല്ലാം എന്ന് കിട്ടും. ഇല്ലാ അന ഔലൻ നാസി ബിഹി ഫിദ് ദുനിയാ, ദുനിയാവിൽ ഞാൻ അവനെ സഹായിക്കും. ഔല എന്ന് പറഞ്ഞാൽ ഇസ്ആഫിഹിം ഫീ നവാഇബിഹിം, അവരെ പ്രയാസഘട്ടങ്ങളിൽ സഹായിക്കുമെന്നാണ്. ദുനിയാവിൽ മാത്രമല്ല വൽ ആഖിറ, ആഖിറത്തിലും സഹായിക്കും. ആഖിറം എപ്പോഴാണ്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് മുമ്പോ ശേഷമോ പറ. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയുന്നു, ഹദീസുകൾ കൊണ്ട് തെളിയുന്നു, പണ്ഡിതന്മാർ അത് ഉദ്ധരിക്കുന്നു, മുഅ്മിനീങ്ങൾ അത് മനസ്സിലാക്കുന്നു. എങ്കിലും ഇപ്പോഴും കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ ചില ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. കാരണം അത്താ എന്ന് വാദിച്ചവരല്ലേ, അത്താ എന്നും ഇസ്തിദ്റാക്കിനെ ഇസ്തിദ്റാഖ് എന്ന് വായിച്ചവരല്ലേ. എങ്ങനെ മനസ്സിലാക്കാനാണ്? നമ്മുടെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ ആധികാരികമായി തന്നെ സുഹൈൽ യൂസുഫിനെ നേരിടുകയും ആധികാരികമായി പ്രമാണബദ്ധമായി തന്നെ നാം ഇവിടെ വിഷയം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ ഊഴം ആ സുഹൈൽ യൂസുഫിന് കിട്ടിയിട്ട് പോലും സുഹൈൽ യൂസുഫിന് വ്യവസ്ഥാപിതമായി ചോദിക്കാനോ വ്യവസ്ഥാപിതമായി ഞങ്ങളുടെ വിഷയത്തെ നേരിടാനോ സാധിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദയനീയമായ പരാജയമാണെന്ന് ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കി. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു